അങ്ങനെയൊന്നും പറയരുത്. ഇതൊന്നും തരാണെങ്കിൽ ഞാൻ വളരെ ആവശ്യമുള്ള നേരാണ് റബ്ബെന്ന് പറയണം. അല്ലാതെ എന്തല്ല അദബുൽ ഇസ്തിഅജാലി ബിൽ ഖബൂൽ. ഈ ഇജാബത്തിന് അദബുൽ ഇസ്തിഅജാലി ഇജാബത്തിന് നിന്നെ ധൃതി കൂട്ടരുത്. എന്നാൽ പറയാം റബ്ബെ ഞാൻ വളരെ കുഴങ്ങിയ നേരാണ് റബ്ബെ, കുഴങ്ങിയ നേരാണ് റബ്ബെ എന്ന് പറയാം. അല്ലാതെ ഇനി ഒരു ദുആ ചെയ്തിട്ട് ഒരു ദിവസമോ 2 ദിവസമോ 10 ദിവസമോ അതിന് ഇജാബത്ത് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല നോക്കരുത്. ഒരു മുഅ്മിനായ മനുഷ്യൻ നോക്ക് ഒരു മുഅ്മിനായ മനുഷ്യന് ദുആ ചെയ്താൽ തന്നെ കൂലിയായി. ഒന്ന് ദുആ ഇബാദത്താണ്. ചിലപ്പോൾ ഇജാബത്ത് കിട്ടും. നീ ഇജാബത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അത് മനസ്സിലായില്ല. ഇജാബത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ആ ദുആ എന്താണ്? ഇബാദത്താണ്. ആ ഇജാബത്ത് ഒരു നിലക്ക് ദുന്യാവിലെ ഇജാബത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനേക്കാൾ അഹ്സന ഇജാബത്ത് അകത്ത് കിട്ടും. അങ്ങനെയാണ്. രണ്ടാൾ ഒരു പണിയെടുത്തപ്പോൾ എനിക്കുള്ള കൂലി വേഗം ഒരു 100 രൂപ എന്റെ മുതലാളി തന്നു. അൽവ്യാജിയോട് തൽക്കാലം ഒന്ന് ചിരിച്ചു, അല്ലെങ്കിൽ ഒന്നും മിണ്ടിയില്ല. കൂലി കിട്ടില്ല, ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. പിന്നെ അതാണ് വിട്ടു. ആ പണിയോട് എടുത്ത് വെച്ചാൽ നമ്മളെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലേ, നമ്മളിപ്പോ കൂലി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്ത് എന്ന്. പിറ്റേത്തെ കൊല്ലമായപ്പോൾ അദ്ദേഹത്തിന് ഈ മുതലാളി 10,000 രൂപ കൊടുത്തു. എങ്കിൽ മനസ്സിലായില്ല, അതല്ലേ ഏറ്റവും ഖൈർ. ഈ 100 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ മര്യാദയ്ക്ക് കയറാൻ പറ്റാത്ത പൈസയാണ്. ഇന്ന് പഴയ കാലത്തൊക്കെ 2 വട്ടമെങ്കിലും ഹോട്ടലിൽ കയറാനുണ്ടായിരുന്നു. ഇന്ന് മര്യാദയ്ക്ക് 100 രൂപ ഉള്ളവൻ ഹോട്ടലിൽ കയറാൻ പറ്റില്ല. അവർക്കാണ് പിന്നെ പുറത്ത് ചായ മക്കാനികൾ ഈ ആംപ്ലേറ്റ് ഒക്കെ അടിക്കുന്ന സ്ഥലങ്ങൾ 100 രൂപക്കാർക്ക് വേണ്ടിയാണ്. അങ്ങനത്തെ ഒരു പൈസയാണ് അത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ അദമുൽ ഇസ്തിഅജാലി ബിൽ ഇജാബ, ഇജാബത്ത് പെട്ടെന്ന് വേണമെന്ന് വാശി പിടിക്കാതിരിക്കരുത്. എത്ര പറഞ്ഞു? എങ്ങനെ 4 പറഞ്ഞു. അതേപോലെ തന്നെ ഫലാ യഖുസ്സ നഫ്സഹു, അവൻ ഒരിക്കലും സ്വന്തം നഫ്സിന്റെ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കരുത്. എത്രയായി? 5 എങ്കിൽ 6-മത്തത് അവന്റെ ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ ഹറാമുണ്ടാവരുത്. ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ ദുആ ചെയ്ത സ്ഥലത്തോ, ഭക്ഷണം വസ്ത്രം ദുആ ചെയ്ത സ്ഥലം ഇവിടെ ഹറാമുണ്ടാവരുത്. ഭക്ഷണം വസ്ത്രം ദുആ ചെയ്ത സ്ഥലം, ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഹറാമുണ്ടായാൽ ഭക്ഷണം വസ്ത്രം ദുആ ചെയ്ത സ്ഥലം. നജസിനത്തോട് ശുദ്ധിയാഗ്രഹം ആവശ്യമാണ്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞത് ഭക്ഷണത്തിൽ ഹറാമുണ്ടെങ്കിൽ ദുആ കബൂലാവില്ല. ആരാന്റെ മുതൽ തിന്നു, ആരാന്റെ മുതൽ അർഹരല്ലാത്ത മുതലാണ് വയറ്റിന് എങ്കിൽ ആ ദുആക്ക് അല്ലാഹു തആല കബൂൽ നൽകൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, ഒരിക്കലും കബൂൽ നൽകൂല. അതാണ് ലാ യുബാലിഹിമുല്ലാഹു ബാലാൻ. സാലിഹ്യങ്ങൾ ആദ്യം മരിച്ചു പോകും. പിന്നെ കുറെ ആളുകൾ കോതമ്പിന്റെ ചണ്ടി പോലെ കുറെ ബാക്കിയാവും, കോതമ്പിന്റെ തോലി പോലെ ബാക്കിയാവും. ലാ യുബാലിഹിമുല്ലാഹു ബാല, അല്ലാഹു അവരെ കണക്കാക്കൂല. എന്താ മാന? അവരെ വയറ്റിലൊക്കെ എന്തായിരിക്കും? ഹറാമായിരിക്കും. അവർ ദുആ ചെയ്തത് അല്ലാഹു തആല സ്വീകരിക്കൂല. പിന്നെ എപ്പോഴെങ്കിലും ഇജാബത്ത് ഉണ്ടാവും. ഇനിയോ ദുആക്ക് വാശി പിടിക്കാവുന്ന ആളുകളുണ്ട്. ഇത് സാധാരണക്കാരൻ മർത്തബയാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ദുആക്ക് വാശി പിടിക്കരുത്, ഇജാബത്തിന് വാശി പിടിക്കാവുന്ന ആളുകളുണ്ട്. അവർ അത്ര മുഖറബായിരിക്കും. അങ്ങനെയാണ്. നമ്മളിപ്പോ പ്രധാനമന്ത്രിക്ക് ഒരു എഴുത്ത് കൊടുത്താല് ആ എഴുത്ത് വാങ്ങാൻ അയാൾ സന്നദ്ധനാവുക എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കറാമത്താണ്. നേരെ മറിച്ച് ചില ആളുകൾക്ക് പ്രധാനമന്ത്രി എഴുത്ത് പരിഗണിച്ചില്ലെങ്കിൽ മോശമാണ്. അപ്പോൾ അയാൾക്ക് എന്ത് പറയാം? ഒന്നിരിക്കൽ കാര്യം നടത്തി തരണം, അല്ലെങ്കിൽ എൻ്റെ എഴുത്ത് മടക്കി തരണം. അത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഏതായാലും ഇന്നിപ്പോ ഏകദേശം നമ്മുടെ നിവേദക സംഘങ്ങളൊക്കെ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരുടെയും മുന്നിൽ ചെന്നിട്ട് നിവേദനം കൊടുക്കാന്ന് പറഞ്ഞാൽ ആ നിവേദനം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന മഹത്തായ കറാമത്ത് പിറ്റേന്ന് പത്രത്തിൽ വരുന്നു എന്നതാണ് അതിന്റെ മഹത്വം. അല്ല നടക്കാനുള്ള കാര്യം പിന്നെ ഉണ്ടാവണില്ല. നടന്നു എന്ന് അവരോട് അന്വേഷിക്കൂല പലപ്പോഴും. കാരണം നടക്കാന്നുള്ളതല്ല അവരാ പലപ്പോഴും ആവശ്യം. അവരാവശ്യം ഈ കാര്യം നടന്നോ എന്നുള്ളതാണ്. അവരെ കാര്യം നടന്നു, നാട്ടുകാരെ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ. ഇതാണ് അതിന്റെ പ്രധാനം. ഇന്നത്തെ ഏകദേശമൊക്കെ നിവേദക സംഘങ്ങളുടെ ലാഭം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനടക്കം ഒരു സെൽഫ് കോൾ എനിക്കും അടക്കം കൂട്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ അടക്കമുണ്ടെങ്കിലും അതിന്റെ തന്നെ പിറ്റേന്ന് നമ്മളെ ഫോട്ടോ പത്രത്തിൽ വന്നു നല്ല അല്ലാതെ അതിനപ്പുറം ഒന്നും അതിൽ നടക്കേണ്ട ആവശ്യമല്ല. നമ്മളെ കാര്യം നടന്നു, നാട്ടുകാരെ കാര്യം നടന്നിട്ടില്ലെങ്കിലും. ഇതാണ് അതിന്റെ ഇന്നത്തെ നിവേദക സംഘങ്ങളുടെ ലാഭങ്ങൾ അങ്ങനെയാണ്. അതന്നെ ഒരു ഭാഗ്യം. നേരെ മറിച്ച് മറ്റത് അങ്ങനെയല്ല. എന്നതുപോലെ അള്ളാഹുവോട് നമ്മളൊരു കാര്യം പറയുക, ഇതിപ്പോ അതിനപ്പുറം നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. ഇന്ന മുഖറബീങ്ങളുണ്ട്, മുഖറബീങ്ങൾക്ക് വാശി പിടിക്കാം. വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ബാപ്പ
പിന്നെ കുഞ്ഞാമുട്ടി മുസ്ലിയാര് പുതുപ്പറമ്പിൽ വെള്ളിയാഴ്ച ജുമാക്ക് ദുആ ചെയ്ത ചരിത്രം പുതുപ്പറമ്പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദുആ ചെയ്തു മഴ പെയ്യാൻ വേണ്ടിയിട്ട്, മഴ പെയ്തില്ല. പിന്നെ അസറിന്റെ നേരമായപ്പോൾ പള്ളിയിലെ ഹൗളിന്റെ അടുത്ത് വന്നിരുന്നു എന്നാണ് ഇപ്പോഴും സമസ്തയുടെ ചരിത്ര രേഖയാണ്. അദ്ദേഹം ദീർഘമായി ദുആ ചെയ്തിട്ടാണ് വാളക്കുളം അബ്ദുൽ ബാരി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരെ സമസ്തയുടെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി അയച്ചിട്ടുള്ളത്. വലിയ സംഭവമാണ് അതൊക്കെ, ഭയങ്കര സംഭവമാണ്. അദ്ദേഹം ഒരു വലിയായിരുന്നു കുഞ്ഞാമുട്ടി മുസ്ലിം. ഇങ്ങനെ ജുമാക്ക് ദുആ ചെയ്തു, അങ്ങനെ മഴ പെയ്തില്ല. മഴക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, മഴ പെയ്തില്ല. അങ്ങനെ അസറിന്റെ ബാങ്ക് കൊടുത്തപ്പോൾ അദ്ദേഹം പോയിട്ട് ഇങ്ങനെ പള്ളിയുടെ നടുമുറ്റത്താണ് തന്നെ ഹൗള്, ഇങ്ങനെ 4 ഭാഗത്തും പാത്തിയിലൂടെ അങ്ങനെ വന്നിട്ട് ഹൗലിലേക്ക്, പഴയ കാലത്തെ ഹൗലൊക്കെ അങ്ങനെയാണല്ലോ, ഇരുന്നിട്ട് തോന്നുന്നുണ്ടാവും 4 ഭാഗത്തും പാത്തിയിലൂടെ വന്ന് വെള്ളം വീഴും. അങ്ങനെ ഇരുന്നു, അവിടെ അങ്ങനെ ഇരുന്നു. ആളുകൾ സാധാരണക്കാരെല്ലാരും പറഞ്ഞു ജമാഅത്തിന് നേരമായി. മുക്രിക്ക ഇടക്കിടക്ക് 1-2 വർഷം ഒച്ചനക്കി ഇദ്ദേഹം എണീറ്റില്ല, അവിടെ തന്നെ ഇരുന്നു. അവസാനം ആരും അകത്തെ പള്ളിയിലുള്ളവർ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി പറയും ജമാഅത്തിന് നേരമായല്ലോ. അങ്ങനെ പറഞ്ഞു വന്നു. മുക്രി മെല്ലെ വന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് ഒന്ന് ഒതുകൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ നിസ്കരിക്കായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു, കുഞ്ഞാമുട്ടിക്ക് ഉച്ചക്ക് ചോദിച്ചത് കിട്ടിയിട്ടില്ല, അത് കിട്ടാതെ അസറിന് ചോദിക്കണില്ല. ഇപ്പോൾ മഴ പെയ്ത് ഈ പാത്തിയിലൂടെ വെള്ളം ഒളിച്ചാലേ കുഞ്ഞാമുട്ടി ഒതുകൊടുക്കുള്ളൂ. അപ്പോൾ മഴ പെയ്തു, ആ വെള്ളത്തിൽ ഒതുകൊടുത്തു, അങ്ങനെ നിസ്കരിച്ചു. ആരെ ബാപ്പ? വാളക്കുളം അബ്ദുൽ ബാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാപ്പ, പുതുപ്പറമ്പുകാരൻ. ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ നമ്മൾക്ക് ഇന്ന് കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസ. എന്തുകൊണ്ട്? നമ്മളെ ഈമാൻ അത്ര കഞ്ചുമായി പോയതാണ് അതിന് കാരണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പം വാശി പിടിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, അവരത്ര മുഖറബ്. നമുക്ക് പറ്റൂല. വാശി പിടിക്കാൻ പറ്റുന്നവരുണ്ട്, അവർ അള്ളാഹിന്റെ അടുക്കൽ അത്ര മുഖറബായിരിക്കും. ചോദിച്ചിട്ട് വാങ്ങും, അതിനവർക്ക് കഴിയും, അതിനവർക്ക് സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. അടിച്ചില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ? ആരെ അടിച്ചത്? അസ്രായിലിനെ അടി കൊടുത്തില്ല. 950 കൊല്ലം കഴിഞ്ഞപ്പോൾ അസ്രായിൽ വന്നു ആരടുത്തേക്ക്? മഹാനായ സയ്യിദുനാ ആദം. 1000 വയസ്സിൽ 50 വയസ്സ് ദാവൂദ് നബിക്ക് കൊടുത്തതുമാണ്. 950 ആയപ്പോൾ വന്നു, എന്നിട്ട് പറഞ്ഞു റൂഹിനെ പിടിക്കാൻ പറഞ്ഞു പറ്റൂല. അത് കൊടുത്തത് ആലമുൽ അർവാഹിലാണ്, ഇപ്പോൾ ഭൂമിയിലാണ്. ഇന്ന് ഭൂമിയിൽ വരുന്ന ഇതൊന്നും അന്ന് വിവരമില്ല. അതുകൊണ്ട് എനിക്കിന്റെ 50 കൂടെ പൂർത്തിയായി വേണമെന്ന് പറഞ്ഞിട്ട് അള്ളാനമയോട് തർക്കിച്ചു വാങ്ങി. ആര്? നമ്മളെ ബാപ്പയായ ആര്? സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അത് മനുഷ്യന്റെ കഴിവാണ്. അള്ളാഹു മനുഷ്യന് കൊടുക്കുന്ന കഴിവുകളാണ്. എല്ലാവർക്കും മെനക്കിടാൻ കഴിയില്ല. എത്ര എണ്ണം എഴുതി? 6 എഴുതി. 7ാമത്തെ കാര്യം, മനുഷ്യന്റെ ഹക്ക്, അവർ തേടുന്ന ഹക്ക് അവരെ പൊരുത്തമില്ലാതെ ബാക്കിയുള്ളവരോ അത് കാരണമായി അവരുടെ ലഅനത്തിൽ ലഅനത്ത് മുസ്തഹിഖീങ്ങളായ ആളുകളോ ആകരുത്. അങ്ങനെയായാൽ ദുആ കബൂലാവില്ല. അതായത് ലഅനത്ത് ഉണ്ടാവുക, അത് അവരെ മേൽ മനുഷ്യന്മാരെ ലഅനത്ത് വരുന്നുണ്ട്. അത്തരം ആളുകൾ ദുആ ചെയ്താൽ കബൂലാവില്ല, ശാപം വരും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ക്, ആ പ്രാക്ക് വരുന്നുണ്ട്, ദുആ അല്ലാഹു തആല കബൂലാക്കൂല. വേറെ തന്നെ ഒരാൾ നമ്മളെ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ തൃപ്തിപ്പെടുത്തണം. അപ്പൊ നമ്മളിപ്പോ ഒരാളെ ഇപ്പൊ ഉദാഹരണം പറയാം, ഇവിടുന്ന് നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചു, ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ രാമനാട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോയി, ഇങ്ങനെ ഏതോ ഒരു കൊങ്ങിലേക്ക് പോയി. അപ്പോൾ പിന്നെ മീറ്റർ സ്കെയിലിനാവില്ല. സാധാരണ ഈ റോഡിനാവും അവന്റെ മീറ്ററിന്റെ കണക്ക്. ഇവിടുന്ന് പോയാൽ ചിലപ്പോൾ മീറ്ററിന്റെ കണക്കുണ്ടാവില്ല. അവിടെ ചെന്നിറങ്ങിയപ്പോൾ നേരത്തെ ഉറപ്പിച്ചിട്ടില്ല. ഇവിടുന്ന് പിന്നെ ഇവിടെ നിന്ന് എന്താ പറയാ ചെറുവാടിയിലേക്ക്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇന്നാലിൻ്റെ സ്ഥലത്തേക്ക്, പിന്നെ കരുവന്തിരുത്തിയിലേക്ക് വണ്ടി വിളിച്ചു, ഓട്ടോറിക്ഷ വിളിച്ചു. എത്ര പൈസ എന്ന് അവനോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ കരുവന്തിരുത്തി പോയി ഇറങ്ങി. എത്രയെന്ന് വെച്ചു? അപ്പോൾ 250 ഉറുപ്പ്യ എന്നാണ്. അങ്ങനെ പറയല്ലേ, 1-2 വട്ടങ്ങളൊക്കെ പറഞ്ഞു നോക്കാം. നിങ്ങളെന്നെ വിളിച്ചില്ല, എൻ്റെ ഓട്ടോറിക്ഷക്ക് 250 ഉറുപ്പ്യാണ്. അങ്ങനെയാണ് കണക്ക്. എന്താ അങ്ങനെയാണ്, അതിങ്ങനെ നഷ്ടമുണ്ട്, ഇതിങ്ങനെ ചാടി, അവിടെ കുഴി ചാടി, ഇവിടെ അങ്ങനെ മരാമത്ത് വകുപ്പ് നന്നാക്കിയിട്ടില്ല എന്നൊക്കെ ഇവൻ പറഞ്ഞാൽ പിന്നെ പരമാവധി ഒരു മധ്യസ്ഥം പറഞ്ഞിട്ട് പരമാവധി ആ പൈസ കൊടുക്കാൻ നോക്കൽ തന്നെയാണ്. തൽക്കാലം ഈ വാങ്ങുമ്പോൾ തൻ്റെ കയ്യിൽ പോയി ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാതിരിക്കൽ അവിടെ നല്ലത്. നേരെ മറിച്ച് നേരത്തെ അതിനെ പറഞ്ഞോപ്പിച്ചെങ്കിൽ തിരക്കിടൊന്നുമില്ല. അവൻ അവൻ്റെതായ ചില ന്യായങ്ങളുണ്ടാവും. ആ ന്യായം പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യത്തിന് ചോദിക്കണം എന്നാണ്. ഇതെന്താണ് ഇതിന് എത്ര വില എന്ന് ചോദിക്കാതെ അവസാനത്തെ വാങ്ങരുത് എന്നാണ്. കാരണം പിന്നെ അവനെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലോ അവൻ്റെ ലഅനത്ത് നമ്മുടെ മേൽ വരും. ആ ലഅനത്ത് നമുക്ക് വലിയ ദോഷം ചെയ്യും. അതൊക്കെ വളരെ സൂക്ഷിക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനാളെ വിളിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ പിന്നെ അവരെ ശാപം വരും. ആ ശാപം നമ്മുടെ ദുആഇനെ തടയും. 7 കാരണങ്ങളാണ് പ്രധാനപ്പെട്ടത് അല്ലേ? 7 പറഞ്ഞല്ലോ. ആ കാരണങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുആഇനെ ഖബൂലാക്കുകയുള്ളൂ. അതും വളരെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദിക്റിന്റെ പ്രാധാന്യമാണ്. ശ്രദ്ധിക്കുക. ഞാൻ ഈ ഹേൻ അങ്ങോട്ട് വായിക്കാം, വളരെ ശ്രദ്ധിക്കുക. ദിക്റിന്റെ പ്രാധാന്യം, ദിക്റിന്റെ മജ്ലിസുകളുടെ പ്രാധാന്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ തരട്ടെ. ഇമാം തുർമുദിയുടെ ഹദീസ് ഉദ്ധരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടർ മഹാനായ അബൂ ഹുറൈറ തങ്ങളും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു കൂടിയിട്ടാണ്. ശ്രദ്ധിക്കുക. അബൂ ഹുറൈറ തങ്ങളും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അവർ രണ്ടാളും കൂടെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുസ്തഫ നബിയെ തൊട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി അസ്സ വജല്ല മലായികതൻ സയ്യാഹീന ഫിൽ അർളി. ഭൂമിയിൽ ഇങ്ങനെ വിനോദയാത്ര നടത്തുന്ന കുറെ മലക്കുകൾ അള്ളാഹുവിനുണ്ട്. സയ്യാഹീൻ എന്ന് പറഞ്ഞാല് സന്തോഷത്തിന് ചുറ്റിയടിക്കാന്നാണ് ഒരർത്ഥം. അസിയാഹ എന്ന് പറഞ്ഞാൽ സന്തോഷ ടൂറിനാണ് എന്ത് പറയാ, സിയാഹത്ത് എന്ന് പറയാം. സഫരി വസിയാഹ എന്ന് കാണാം. ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയും അറബി ഭാഷയിൽ. അസഫർ വസിയാഹ, സിയാഹ എന്ന് പറഞ്ഞാല് സന്തോഷം അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റിയടിക്കുന്ന കുറെ മലക്കുകൾ അള്ളാഹുവിനുണ്ട്. ഹബീബ നബി പറയാ, മുസ്തഫ നബി പറയാ. അങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ ചുറ്റിയടിക്കും. ഭൂമിയിലെ സദാസമയം ചില മലക്കുകൾ ഇങ്ങനെ ചുറ്റിയടിച്ചുകൊണ്ടേയിരിക്കും. ഈ ഹദീസ് തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ അബൂ ഹുറൈറ തങ്ങളും മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുമാണ്. മുസ്തഫ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമിയിൽ ചില മലക്കുകളുണ്ട്, അവരിങ്ങനെ ചുറ്റിയടിച്ചുകൊണ്ടേ നടക്കും. ഇങ്ങനെ ചുറ്റിയടിച്ചുകൊണ്ട് നടക്കും. ഈ ചുറ്റിയടിക്കുന്നതിന്റെ ഇടയിൽ മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ സ്ഥലം കണ്ടാൽ തനാദോ, അവർ തമ്മിൽ വിളിക്കും. ഓരോരുത്തരും മറ്റു ആളുകൾക്ക് സിഗ്നൽ കൊടുക്കും. ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ആളുകളെ കണ്ടിട്ടുണ്ട്, വരുന്ന മറ്റുള്ള മലക്കുകൾക്കും സിഗ്നൽ കൊടുക്കും. തനാദോ, അവർ തമ്മിൽ വിളിക്കും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അത്തരം ഒരു സദസ്സിൽ അള്ളാഹു നമ്മളെ ഈ സദസ്സിനെ ഉൾപ്പെടുത്തട്ടെ. ഹലുമു ബുഗിയത്തക്കും, എല്ലാവരും നേടാൻ വേണ്ടി വന്നോളൂ. ഫയജീഊന, അങ്ങനെ ആ മലക്കുകൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വരും. ഫയഹഫൂന ബിഹിം, എന്നിട്ട് ആ മലക്കുകൾ മുഴുവനും ഫയഹഫൂന ബിഹിം, ആ ജനങ്ങളെ മുഴുവനും അവർ പൊടിയും. പൊടിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഈ ജനങ്ങളെ അടുത്ത് കൂടി അവരെ ദിക്റിന്റെ സദസ്സിൽ കൂടി എല്ലാ സന്തോഷവും സന്തോഷപ്പെട്ടതിന് ശേഷം അവരാകാശത്തേക്ക് ഉയർന്നു പോകും. അവരാകാശത്തേക്ക് ഉയർന്നു ചെല്ലുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, മലക്കുകളെ, കൈഫ തറക്തും ഇബാദി കൈഫ മാദാ യസ്നഊനഹു, നിങ്ങൾ മടങ്ങി വരുമ്പോൾ ആകാശത്തേക്ക് വരുമ്പോൾ എന്റെ അടിമകൾ എന്താണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനോട് ചോദിക്കും. ഈ ഹദീസ് തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫയഖൂലൂന, ആ മലക്കുകൾ പറയും, തറക്നാകും യഹ്മദൂനക വയമജ്ജിദൂനക വയുസബ്ബിഹൂനക. ആ ഞങ്ങൾ കുറെ നിന്റെ അടിമകളെ കണ്ടുവരികയാണ്. അവര് നിന്നെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിന്നെ തംജീദ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ പറ്റി മജീദ് ഹമീദ് മജീദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയുസബ്ബിഹൂനക, നിനക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഫയഖൂലുല്ലാഹ്, ഭൂമിയിലെ മലക്കുകൾ ഈ സദസ്സിൽ പങ്കെടുത്ത് ആകാശത്തിലേക്ക് ചെല്ലും. അവരെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ വിളിയാളം ഉണ്ടാകും. എന്റെ അടിമകൾ നിങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല, വഹുവ അറഫു ബിഹിം, അവരെ ഈ കാര്യങ്ങളൊക്കെ ഇവരെക്കാൾ അള്ളാഹുവിനെ അറിയാം. മിൻഹും ബിഹിം, അവരെക്കാളും അറിയാം. ഈ ജനങ്ങളെ കൊണ്ടും അള്ളാഹുവിനെ അറിയാം. ഇവര് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മലക്കുകളെ തന്നെ അതുകൊണ്ട് പറയാനുള്ള സന്തോഷം കൊണ്ട് അള്ളാഹു അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ മടങ്ങിപ്പോരുമ്പോ എന്റെ അടിമകൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഫയഖൂലൂന, മലക്കുകൾ പറയും, അള്ളാഹുവെ, അവർ തന്നെ ഹമീദ് മജീദ് എന്നൊക്കെ പറഞ്ഞ്, സുബ്ഹാൻ എന്നൊക്കെ പറഞ്ഞ് വിശാലമായി നിനക്ക് വേണ്ടി അവർ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആ മലക്കുകൾ പറയും. ഫയഖൂലുല്ലാഹ്, അത് കേൾക്കുമ്പോൾ അള്ളാഹു ചോദിക്കും, ഹൽ റഔനീ, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഫയഖൂലല്ല, ഇല്ല, നിന്നെ അവർ കണ്ടിട്ടില്ല റബ്ബേ. ഫയഖൂലുന ജല്ല ജലാലു, അപ്പോൾ അള്ളാഹു പറയും, കൈഫ ലൗ റഔനി, എന്നെ കാണാതെ തന്നെ അവർ ഇത്ര ദിക്ർ ചെല്ലുകയാണെങ്കിൽ എന്നെ കണ്ടാൽ അവരവസ്ഥ എന്തായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ ചിന്തിക്കണം.
ഇതൊന്നും നമ്മളെ പല ആളുകൾക്കും വിവരമില്ല. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. പള്ളിയില് ഹദ്ദാദിന്റെ ദിക്ർ ഞാൻ ഓരോന്നും വിശദീകരിക്കാം. ഹദ്ദാദ് ദിക്റൊക്കെ പള്ളിയിൽ നടക്കുമ്പോൾ പള്ളി കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ അങ്ങനെ ദുന്യാവും രാഷ്ട്രീയവും പറഞ്ഞിട്ട് പള്ളിയുടെ കൊലായിലിരിക്കൽ ഇന്ന് നിത്യസംഭവം. എവിടെയും ഏത് നാട്ടിലും പല ആളുകൾക്കും അതിൽ താല്പര്യം തന്നെ ഉണ്ടാവില്ല. ഇതൊക്കെ ഇന്ന് നമ്മളെ നാടുകളിൽ നിത്യസംഭവം. അതാണ് മഹല്ലിലെ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും. അള്ളാഹു നമ്മളെ കാത്തിരിക്കും. ഒരു പ്രധാനപ്പെട്ട മുദരിസ് ഈ ഹദ്ദാദ് വിഷയം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരു വയസ്സനായ ഒരു സാധുവായ ഒരു മുദരിസിനെ കണ്ടു പറഞ്ഞതാണ്, ഇത് നിത്യസംഭവം, പറഞ്ഞിട്ട് കേൾക്കണില്ല. നിങ്ങളെ കാസറ്റ് അവർ കൊണ്ടുപോയിട്ടൊക്കെ കേൾക്കുന്നവരാണ്. ഇതൊന്ന് പറഞ്ഞാലെങ്കിൽ അവരെ തലയെ കൊണ്ട് കയറുമല്ലോ കൊണ്ട് പറയും നിങ്ങൾ. അതായത് ഉസ്താദും മുതഅല്ലിമീങ്ങളും അകത്തെ പള്ളിയിൽ ഇരുന്നിട്ട് ഹദ്ദാദ് ചെല്ലുന്ന നേരത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റിക്കാർ എന്ത് ചെയ്യാം? നാട്ടുവർത്താനം രാഷ്ട്രീയവും പറയാം. എവിടെ? പള്ളിയുടെ കൊലായിൽ ഇരുന്നിട്ട്. എങ്ങനെ അതൊക്കെ സഹിക്കാൻ പറ്റിയ ഒരു കാര്യമാവുക? പിന്നെ എങ്ങനെ ആ നാട്ടിൽ ബറക്കത്തുണ്ടാവുക? ആ നാട്ടിലെ നേതാക്കൾക്ക് ദീനില്ലാതെ എങ്ങനെ ഒരു നാട്ടിൽ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാവും? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അള്ളാഹുവിനെ കൊണ്ട് തഖ്വ ചെയ്ത് സൂക്ഷിച്ച് പടച്ചോനെ പേടിക്കുന്ന ആളുകളാകുമ്പോൾ മാത്രമേ അള്ളാഹിന്റെ ബറക്കത്ത് അള്ളാഹു തആല ആ ഗ്രാമത്തിലേക്ക്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ, ആ ഗ്രാമത്തിലേക്ക് അള്ളാഹു തആല ഇറക്കുകയുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി അവർ കാണാതെ ഇത്ര ദിക്ർ ചെല്ലുന്നുണ്ടെങ്കിൽ ഇനി അവരെ കണ്ടാൽ അവരെ സന്തോഷത്തിന്റെ വാക്കുകൾ എത്ര വലുതായിരിക്കും എന്ന് പറയും. ലൗറ ഔക, അപ്പോൾ മലക്കുകളും പറയും, ലൗറ ഔക കാനു അശദ്ദ തസ്ബീഹൻ വ തഹ്മീദൻ വ തംജീദ, നിന്നെ കണ്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ അവർ ചെല്ലുമായിരുന്നു റബ്ബേ എന്ന് പറയും. ഫയഖൂൽ ലഹും, അപ്പോൾ പറയും, മിൻ അയ്യിശൈഇൻ യതഅബ്ബദൂന, എന്തിനെ തൊട്ടാണ് അവർ കാവലിനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കും. അല്ലാഹുക്ക് അറിയാം, എന്നാലും ചോദിക്കും. ഫയഖൂലൂന, അവർ പറയും, മിനന്നാർ, എന്തിനെ തൊട്ടാണ് കാവൽ ചോദിക്കുന്നത് ചോദിക്കും. ഫയഖൂലൂന, അവർ പറയും, മിനന്നാർ, നരകത്തെ തൊട്ടാണ്. ഫയഖൂലുല്ലാഹ്, അപ്പൊ അള്ളാഹു ചോദിക്കും, അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ? ഫയഖൂലുന, മലക്കുകൾ പറയില്ല, നരകത്തെ അവർ കണ്ടിട്ടൊന്നുമില്ല റബ്ബേ, എന്നിട്ട് അവർ നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കാണ്. ഫയഖൂലു, അപ്പോൾ അള്ളാഹ് പറയും, ഫകൈഫ ലൗ റഅൗഹാ, അവർ കാണാതെ നരകത്തെ ഇങ്ങനെ പേടിച്ച് ദിക്ർ ചെല്ലുന്നെങ്കിൽ നരകത്തെ കണ്ടാൽ അവരെ ബേജാർ എത്രയായിരിക്കും എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഫയഖൂലുന, മലക്കുകൾ പറയും, ലൗ റഅൗഹാ, അല്ലാഹുവേ, ആ മനുഷ്യന്മാർ നരകത്തെ എങ്ങാനും കാണുകയായിരുന്നുവെങ്കിൽ ലക്കാനു അശദ്ദ ഹറബൻ മിൻഹാ ലൗ റഅൗഹാ, കണ്ടാൽ അവർ വല്ലാതെ നരകത്തെ തൊട്ട് പേടിച്ച് സംസാരിക്കുമെന്ന് പറയും. പിന്നെ അവർ മലക്കുകൾ ചോദിക്കും, പിന്നെ അള്ളാഹു ചോദിക്കും, പിന്നെ എന്തിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്, തേടുന്നത് എന്ന് ചോദിക്കും. ഫയഖൂലുന, മലക്കുകൾ പറയും, അൽ ജന്ന, അവർ തേടുന്നത് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. മഗ്രിബൊക്കെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, എന്തുള്ള ആ മഗ്രിബൊക്കെ നിസ്കരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനോട് നരകത്തെ തൊട്ടുള്ള ആ കാവലിനെ ചോദിക്കുന്ന ആ വാക്കുകളൊക്കെ വളരെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, ഇതൊക്കെ പറയാൻ പറഞ്ഞാൽ വളരെ വിലപ്പെട്ട സമയമാണ്. മഗ്രിബിന് ശേഷം, സുബ്ഹിന് ശേഷം, അതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്ർ ചെല്ലുന്നതോട് കൂടെ ഒരാൾ റബ്ബിലേക്ക് തഖറബാകും. ആ തഖറബായ ഉടനെയാണ് പിന്നെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് പറയാം. ഭയങ്കര നേട്ടമാണ്. എന്തിനാണ് അവർ തേടുന്നത്? അപ്പോൾ പറയും, സ്വർഗത്തെയാണ് തേടുന്നത്. ഫയഖൂലുല്ലാഹ് വഹൽ റഅൗഹാ, അവർ സ്വർഗത്തെ കണ്ടിട്ടുണ്ടോ? ഫയഖൂലുല, മലക്കുകൾ പറയില്ല, സ്വർഗം ഒന്നും കണ്ടിട്ടില്ല പടച്ചവനെ, എന്നാലും അവർ തേടുകയാണ്. ഫഖാല ഫയഖൂലു, അല്ലാഹ് പറയും, ലൗ ഫകൈഫ ലൗ റഅൗഹാ, കണ്ടാൽ അവരവസ്ഥ എന്തായിരിക്കും? ഫയഖൂലുന, അപ്പോൾ മലക്കുകൾ പറയും, ലൗ റഅൗഹാ ലകാനു അശദ്ദ അലൈഹാ ഹിർസാ, അവർ കണ്ടിരുന്നെങ്കിൽ വല്ലാതെ അവരതിനെ കൊതിച്ചു പോകും എന്ന് മലക്കുകൾ പറയും. അപ്പോൾ പറയും, ഇന്നി ഉശ്ഹിദുകും അന്നി ഖദ് ഗഫർതു ലഹും. ഉടനെ മലക്കുകളോട് അല്ലാഹു തആല പറയും, മലക്കുകളെ, അവരുടെ ആ ദിക്റിന്റെ ആ ദിക്റിന്റെ ആ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള മലക്കുകളെ നിങ്ങളെ സാക്ഷിയാക്കിയാൻ പറയുകയാണ്. ആ ദിക്റിന്റെ സദസ്സിൽ പങ്കെടുത്തവർക്ക് മുഴുവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹു ആ മലക്കുകളോട് പറയുമെന്ന് ഖാല റസൂലുള്ളാഹി
സിഹാഹിലി ഹദീസ് ഉണ്ട്, തുർമദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങളും അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആദ്യം അതൊന്ന് മനസ്സിലാക്കുക. ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കാം, അത് വല്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ അല്ലാഹു തആല ആ ദിക്റിന്റെ സദസ്സിൽ പങ്കെടുത്തു വന്ന ആ മലക്കുകളെ സാക്ഷിയാക്കി പറയും, മലക്കുകളെ നിങ്ങൾ അവര് തേടിയതുപോലെ ഞാൻ അവർക്ക് കൊടുക്കാമെന്നും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നും നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ ഇതാ പറയുകയാണെന്ന് പറയും. അള്ളാഹു പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫയഖൂലൂന, മലക്കുകൾ പറയും, അല്ലാഹുവേ അങ്ങനെ പുറത്ത് കൊടുക്കാൻ വരട്ടെ. അല്ലാഹുവേ, അല്ലാഹ് പറയും അതിൽ പങ്കെടുത്തവർക്ക് മുഴുവനും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹ്ക്കറിയാലും ആരൊക്കെ അവിടെ ഉള്ളത് ഇവർ പറയേണ്ട ആവശ്യമുണ്ടോ? ഇവരെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പോൾ ആ ഉടനെ മലക്കുകൾ പറയും, അല്ലാഹുവേ എല്ലാവർക്കും അങ്ങനെ പുറത്തു കൊടുക്കാൻ വരട്ടെ. കാന ഫീഹിൻ ഫുലാനുൻ ലം യുരിദുഹും, അയാൾ അവിടെ അവരിൽ വന്നിട്ടില്ല. ഇല്ലാലി ഹാജ, ഒരാവശ്യത്തിന് വേണ്ടി മാത്രം വന്നതാണ്, അയാൾ ദിക്റിന് വേണ്ടി വന്നതല്ല. ഫയഖുലുല്ലാഹ്, അല്ലാത്ത വാക്കാണ് നീ പറയണത്. അള്ളാഹു പറയാണ്, ലാ യഷ്ഖാ ജലീസുഹും, ആ കൂട്ടത്തിൽ ഒരാൾ ഇരുന്നാൽ അയാൾ പോലും വെറുതെ മടങ്ങുകയില്ല. ആ കൂട്ടത്തിൽ ഒരാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആൾ വെറുതെ ഇരുന്നാൽ മതി. ഒരു ദിക്റിന്റെ സദസ്സിൽ വന്നിട്ട് ഒരാൾ അങ്ങനെ ഇരുന്നു, ദിക്റൊന്നും ചൊല്ലിയില്ല, അങ്ങനെ ഇരുന്നാൽ തന്നെ കുരുട്ടും. ആ കൂട്ടത്തിൽ ഇരുന്നാൽ കുരുട്ടും. ലാ യഷ്ഖാ ജലീസുഹും. അബൂ തുർമദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്, മറക്കരുത് ഈ ഹദീസ് ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു തൊട്ടും അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് തുർമദി രേഖപ്പെടുത്തി. അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റിന് വേണ്ടി ഒരാൾ വരികയാണെങ്കിൽ അയാൾ ആരെപ്പോലെയാണ്? ഒരു ശത്രു ഒരാളുടെ പിന്നാലെ കൂടി, ഒരാൾ ദിക്ർ ചെല്ലുകയാണ്, അല്ലെങ്കിൽ ദിക്റിന്റെ മജ്‌ലിസിൽ ഒരാൾ വരുന്നു, ദിക്റിൽ ഒരാൾ കൂടുന്നു, അല്ലെങ്കിൽ ദിക്ർ ഒരാൾ ചെല്ലുന്നു, ആരെപ്പോലെയാണ്? അയാൾ എന്ത് ചെയ്തു? ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ എത്തിയ ഒരു മനുഷ്യൻ ആരെപ്പോലെയാണെന്നറിയോ? ഒരു അദാദ് ദിക്ർ, അതിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ശത്രു പിന്നാലെ കൂടിയപ്പോൾ ഒരാൾ ഓടിയിട്ട് അയാൾ എന്ത് ചെയ്തു? അയാൾക്ക് അഭയം തരാവുന്ന ഒരു സ്ഥലത്ത് അയാൾ കയറേണ്ടിയിരുന്നു. ഇനി അവരുടെ ജീവൻ പോയാലും അയാളെ അവർ സംരക്ഷിക്കും. അതാണ് എന്ത് ദിക്റിന്റെ സദസ്സ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രു ഓടി വരികയാ. ശത്രു ഇങ്ങനെ ഇയാളെ മേൽ ആയുധം എടുത്തുകൊണ്ട് ശത്രു ഇയാളെ പിന്നാലെ കൂടി ഓടി വരുന്നു. അങ്ങനെ ഓടി വന്ന് ശത്രുവിനെ ഇയാളെ അടുത്തെത്താനായപ്പോഴത്തേന് ഇയാളെ അടുത്തെത്തി? അയാളെ സംരക്ഷിക്കാവുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ അയാൾ എത്തിയാൽ അതേ അവസ്ഥയാണ് ഏതൊരു ദാക്കിറിന്റെ അവസ്ഥയും ദിക്റിന്റെ മജ്‌ലിസിലിരിക്കുന്ന ആളുടെയും അവസ്ഥ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് ശത്രു? ശത്രു ആരാ? ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈഹി. ഒരിക്കലും ആ ജനത്തിലേക്ക് കയറാൻ അവന് കഴിയില്ല. അത്രയും പ്രധാനപ്പെട്ടതാണ് ദിക്റിന്റെ ആ സദസ്സിലേക്ക് കയറാൻ ശൈത്താന് കഴിയുകയില്ല എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ മുസ്തഫായ റസൂലുള്ള പറഞ്ഞു, യാ ലാ യഖഉദു ഖൗമുൻ ഫീ മജ്ലിസിൻ യദ്കുറുനല്ലാഹ ഇല്ലാ ഹഫത്തുഹുൽ മലായിക വഗശിയത്തുഹുർ റഹ്മ. ഖാല റസൂലുള്ളാഹി. ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ, ഈ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ ആരിരുന്നാലും മലക്കുകൾ അവനങ്ങോട്ട് പൊടിയും. അവന്റെ മുന്നിലും പിന്നിലും അങ്ങോട്ട് പൊടിയും. ശൈത്താന് പിന്നെ അവനോട് അടുക്കാൻ കഴിയില്ല. അവൻ പുറത്ത് വന്നാൽ പോലും ശൈത്താനാണ് പേടിയിരിക്കും. കാരണം മലക്കുകൾ 1, 2, 10 മലക്കല്ല, മലായിക്കത്ത് വലിയ സംരക്ഷണം കൊടുത്ത ആളാണ് അവൻ. പുറത്ത് വന്നാൽ പോലും ശൈത്താൻ അവനെ പേടിയായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതിന്റെ മാന എന്താണെന്നറിയോ? ഇലാഹിയായ ലക്ഷ്യത്തിന് വേണ്ടി ഒരാൾ ദിക്റിന്റെ സദസ്സിൽ കൂടിയാൽ അയാൾക്ക് അതുവഴി വലിയ നേട്ടം ലഭിക്കും എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഭയങ്കര നേട്ടം ലഭിക്കും. പുറത്തിറങ്ങി വന്നാൽ പോലും ശത്രുവിന് ഒരിക്കലും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇനി നീട്ടും തന്നെ ഒരുപാട് ഹദീസ് ഇത് സംബന്ധമായ ഒരുപാട് ഹദീസുകൾ കാണാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റിന്റെ സദസ്സിൽ കൂടുക, ഇനി ദിക്ർ ചെല്ലുക.
ദിക്ർ ചെല്ലലിന്റെ പ്രത്യേകത എന്താ? ദിക്ർ ചെല്ലുന്നവനും ദിക്ർ ചെല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ദിക്ർ ചെല്ലുന്നവനും മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്തി ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. മറക്കരുത്, എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്തി ഖാല റസൂലുള്ളാഹി. ദിക്ർ ചെല്ലുന്നവനും ദിക്ർ ചെല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചവനും ചത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ്. ജീവിച്ചവനും മരിച്ചവനും ചത്തവനും തമ്മിലുള്ള വ്യത്യാസം. മരിച്ചു എന്ന് പറയണ്ട, മരിച്ചവരെന്നെ മരിക്കാത്തവരുണ്ട്, ചത്തു. ജീവിച്ചവനും ചത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ് ദിക്ർ ചെല്ലുന്നവനും ദിക്ർ ചെല്ലാത്തവനും. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. النبي موسى الأشعري عن النبي صلى الله عليه وسلم قال حبيبا قال رسول الله صلى الله عليه وسلم മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്തി ഖാല റസൂലുള്ളാഹി. ജീവിച്ചവനും ചത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ് ദിക്ർ ചെല്ലുന്നവനും ദിക്ർ ചെല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. എവിടെയും ഏത് സാഹചര്യത്തിലും ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് ഹദീസ് ഈ വിഷയത്തിൽ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് ബിൻ ജബൽ പറയാ, ഞാൻ ഫാറഖത്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖീറ മാ ഫാറഖതുഹു, ഞാൻ നബിയുമായി വിട്ടുപിരിയുകയായിരുന്നു. അവസാനം പിന്നെ ഞാൻ നബിയെ ജീവനോടെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, ഔസ്നി യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് പറഞ്ഞു തരണം നബിയെന്ന്. ഫാറഖ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖീറ മാ ഫാറഖതുഹു, ഞാൻ നബിയെ കണ്ടുമുട്ടി പിരിയുന്ന അവസാന സമയം പിന്നെ ഞാൻ നബിയെ ജീവനോടെ കണ്ടിട്ടില്ല. ആ സമയത്ത് ഞാൻ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പുണ്യ നബിയോട് പറഞ്ഞു, ഔസ്നി എനിക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് പറഞ്ഞു തരണം നബിയെ. ഫഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. ഹബീബ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, എപ്പോഴും നിന്റെ നാവ് നനയണം. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നിന്റെ നാവ് നനയണം. അതാണ് എനിക്ക് നിന്നോട് വസിയത്ത് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു ഹബീബായ നബി പറഞ്ഞു. ആരോട്? മുആദ് ബിൻ ജബലിനോട് റളിയല്ലാഹു അൻഹു. ആ മുആദിനെയാണ് മുസ്തഫ നബി യമനിലേക്ക് അയച്ചത്. ആ മുആദിനെയാണ് മുസ്തഫ നബി സിറിയയിലേക്ക് അയച്ചത്. ആ മുആദിനാണ് ഇജ്തിഹാദിന് അല്ലാഹു തആല ഹബീബ് പ്രധാനമായി അനുവാദം കൊടുത്തത്. ഖുർആൻ കൊണ്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ഇല്ല, ഹദീസ് കൊണ്ട് കണ്ടുപിടിക്കും, ഇല്ലെങ്കിലോ ഞാൻ ഇജ്തിഹാദ് ചെയ്യും. അപ്പോൾ പറഞ്ഞു, ആ സ്വബത്ത് നീ സത്യത്തെയാണ് പറഞ്ഞത്. അങ്ങനെ ഹബീബ റസൂലുള്ളാഹി ഇജ്തിഹാദിന് സമ്മതം കൊടുത്ത പ്രധാനപ്പെട്ട സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഒരിക്കലും എനിക്ക് പിഴക്കാൻ പാടില്ല. ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഞാൻ എന്താണ്, എനിക്കൊരു വസിയത്ത് ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ മുസ്തഫ നബി പറയാണ്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നിന്റെ നാവിൽ എപ്പോഴും ദിക്റിന്റെ ഒരു നനവ് നിന്റെ നാവിൽ വരണം. അതാണ് എനിക്ക് നിന്നോട് പ്രധാനമായി പറയാനുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റിന്റെ ചില ഫായിദ, പുണ്യനബി പഠിപ്പിച്ച ചില ഫായിദകൾ എങ്ങനെയാണ് എണ്ണി പറഞ്ഞുതരാം. എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. കുറച്ച് ഫായിദകൾ ഞാൻ ദിക്റിന്റെ ഫായിദകൾ പറഞ്ഞുതരാം. റസൂലുള്ളാഹി പഠിപ്പിച്ച ചില ഫായിദകൾ പറഞ്ഞുതരാം. എല്ലാവരും ദിക്ർ എല്ലാവരും ചെല്ലിയിരിക്കണം, ദാക്കിറായിരിക്കണം, ദിക്റിന്റെ മജ്‌ലിസിൽ ഇരിക്കണം, ദിക്ർ ചെല്ലും വേണം. അർബഅത്തും മിൻ കൻസിദ് ദുനിയാ. ഫായിദ ഞാൻ പറഞ്ഞുതരാം, അതിന്റെ മുമ്പ് ഒരു ഹദീസ് പറയട്ടെ. ഫായിദ പെനും കടലാസൊക്കെ ഉള്ളവർ എടുത്തു വെച്ചോളൂ. കുറച്ച് ഫായിദകൾ ഞാൻ പറഞ്ഞുതരാം. ദിക്ർ നിത്യമായി ഉണ്ടായിരിക്കണം. ദിക്റുള്ളവർ അള്ളാഹിന്റെ സംരക്ഷണത്തിലായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നിർബന്ധമായിട്ട് വേണം. ദിക്റില്ലെങ്കിൽ ഹായിമായി പോകും, കൽബിനെ മറ്റും വിഴുങ്ങിപ്പോവും. നമ്മൾ അശ്രദ്ധരായ നേരത്ത് ഇബ്ലീസ് നമ്മളെ വിഴുങ്ങും. അപ്പൊ ഇതാ ദഖറ ഖനസ, നമ്മൾ ദിക്റിലേക്ക് വരുന്നതോടുകൂടെ അവൻ ഓടി രക്ഷപ്പെടുമെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഖന്നാസ് എന്നാൽ നമ്മൾ അശ്രദ്ധരായ നേരത്തെ കയറി വന്ന് നമ്മളെ വിഴുങ്ങുക. നമ്മൾ ദിക്റിലും അള്ളാഹിനെ പറ്റിയുള്ള ഫിക്റിലും, ദിക്ർ നാവുകൊണ്ട് പറയാ, ഫിക്ർ അള്ളാഹിനെ പറ്റി ചിന്തിക്കുക. ദിക്ർ മനസ്സിലായില്ലേ? ദിക്ർ നാവുകൊണ്ട് പറയാ, നാവുകൊണ്ട് പറയാൻ തന്നെ. കാരണം കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവുകൊണ്ട് പറയൽ തന്നെ, നാവുകൊണ്ട് പറയലാണ്. നാവുകൊണ്ട് പറഞ്ഞാൽ ഹൃദയത്തിൽ പിടിക്കും, അതുറപ്പാണല്ലോ. നാവുകൊണ്ട് പറഞ്ഞാൽ ഹൃദയത്തിൽ പിടിക്കും. ഒരു കുട്ടിക്ക് ഒരു വാക്ക് പറയാൻ കഴിയില്ലെങ്കിൽ അധ്യാപകൻ ആ കുട്ടിയെ കൊണ്ട് 25 തവണ പറയിപ്പിക്കും. എന്തിന്? നാവിൽ പറയുന്ന കാര്യം ഹൃദയത്തിൽ അങ്ങോട്ട് പിടിച്ചോ. അതന്നെ നാവിൽ പറയണം. അതെപ്പോഴും
സത്യത്തിൽ അവസാനമായി നമ്മൾ ചെല്ലേണ്ട വാക്കിന്റെ റിഹേഴ്സലാണ് ഈ ദിക്ർ. ഏതാ അവസാനമായി ചെല്ലേണ്ട വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കും, എന്നിട്ടോ അൽഹംദുലില്ലാഹ് പറഞ്ഞ് ഖബറിൽ നിന്ന് നീക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിത്യമാക്കുന്നവർക്ക് അത് പറഞ്ഞു മരിക്കാൻ കഴിയും. അത് പറഞ്ഞു മരിച്ചാലോ കന്നി അല്ലാഹു ഇലാഹിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസിൽ മുസ്തഫ നബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. വഹും യഖൂമുന മിൻ ഖുബൂരിഹിം ഫയതമസ്സമൂന ഫയഖൂലുന അൽഹംദുലില്ലാഹ്. ഖബറിന്ന് ഫയംഫുദൂന തുറാബ മിൻ റൂസിഹിം. അവർ ഖബറിന്ന് നീട്ടിട്ട് തലേന്ന് മണ്ണിങ്ങനെ കൊടയും, എന്നിട്ട് ഫയഖൂലുന അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്ത് പറഞ്ഞു മരിച്ചവർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. രാവിലെ എണീക്കുമ്പോൾ ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാഹ്. ഇങ്ങനെ തന്നെയാണ് ഓരോ മരണം മഹ്ശറിന്റെ റിഹേഴ്സൽ ഓരോ ദിവസമുണ്ട്. മനസ്സിലായില്ലേ? അവസാനം ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ എണീക്കുമ്പോൾ ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാഹ്. ഓരോ മരണത്തിന്റെയും മഹ്ശറിയുടെയും റിഹേഴ്സൽ ഓരോ ദിവസം നമ്മൾ ചെയ്തിരിക്കണം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതൊന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ. ഒന്ന് പ്രാക്ടീസ് ചെയ്യാതെ എങ്ങനെയാണ് അവന് പറയാ എന്നതുപോലെ അത് പ്രധാനമായ കാര്യമാണ്, മറക്കരുത്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. 4 കാര്യമാണ്. ഒന്ന് ലിസാനുൽ ദാക്കിർ, ഒന്ന് ദിക്ർ ചെല്ലുന്ന നാവ്. നാവ് തന്നെ അള്ളാഹിനെ പറ്റി ഇങ്ങനെ ഫിക്റാക്കൽ മാത്രമല്ല, അള്ളാഹിനെ പറ്റി ദിക്ർ ചെല്ല. ലിസാനുൽ ദാക്കിറും ഖൽബുൻ ശാകിറും, നന്ദിയുള്ള ഹൃദയം. വബദനുൻ സാബിർ, ക്ഷമിക്കുന്ന ശരീരം. 4 വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി, മതപരമായ കാര്യത്തിൽ തന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. 4 കാര്യം ഒരാൾക്ക് കിട്ടിയാൽ അയാൾക്ക് ഈ ലോകവും പരലോകവും കിട്ടി. 4 കാര്യം കിട്ടിയവന് ഈ ലോകവും പരലോകവും കിട്ടി. ഒന്ന് പറ. ലിസാനുൻ ദാക്കിറും വഖൽബുൻ ശാകിറും വബദനുൻ സാബിർ വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി. 4 കാര്യം കിട്ടിയവന് ഈ ലോകവും കിട്ടി പരലോകവും കിട്ടി. ഒന്ന് ദിക്ർ ചെല്ലുന്ന നാവ്, ഒന്ന് നന്ദിയുള്ള ഹൃദയം, 3 ക്ഷമിക്കുന്ന ശരീരം, 4 വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി, മതപരമായ കാര്യത്തിൽ തന്നെ സഹായിക്കുന്ന ഒരു ഇണ. 4 കാര്യം വേണം. ലിസാനുൻ ദാക്കിറും വഖൽബുൻ ശാകിറും വബദനുൻ സാബിറും വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി. ഈ 4 കാര്യം ഒരാൾക്ക് ലഭിച്ചാൽ അയാൾക്ക് ഈ ലോകത്തെയും പരലോകത്തെയും സമ്പാദ്യം ലഭിച്ചു കഴിഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ ദിക്റിന്റെ ചില ഫവായിദ് എഴുതാം. ആ ഫവായിദും കൂടി പറഞ്ഞിട്ട് വേണം ഇത് പറയാൻ. അതിന്റെ ചില ഫവായിദുകൾ പറഞ്ഞത്. 1 ഇന്നഹു യത്റുദു ശൈത്വാൻ, റസൂലുള്ളാഹി പഠിപ്പിക്കാം. 1 ദിക്ർ ചെല്ലുന്ന ആള് യത്റുദു ശൈത്വാന, ആ ദിക്റു യത്റുദു ശൈത്വാന. 1 ദിക്ർ ശൈത്താനെ ഓടിക്കും. 1 ഇലാഹിന് വേണ്ടി ഞാൻ നന്നാകണം എന്ന് വിചാരിച്ച് ദിക്ർ ചെല്ലിയാൽ മതി, ശൈത്താൻ എടുക്കൂല, നന്നാവും ചെയ്യും. അള്ളാഹ്ക്ക് വേണ്ടി ദിക്ർ ചെല്ലിയാൽ ശൈത്താൻ എടുക്കില്ല. 1. 2 യുർലിർ റഹ്മാൻ, ദിക്ർ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തും. 1 ശൈത്താനെ ഓടിക്കും, 2 അള്ളാഹിനെ തൃപ്തിപ്പെടുത്തും. 3 യുസീലുൽ ഹമ്മ വൽ ഗമ്മ മിനൽ ഖൽബി, ഹമ്മിനെയും ഗമ്മിനെയും കൽബിൽ നിന്ന് നീക്കിക്കളയും. കൽബിൽ ഹമ്മും ഉണ്ടാവുകയില്ല. ഏത് മനക്ലേശം വരുന്ന നേരത്തും ദിക്ർ ചെല്ലിയാൽ മതി. ഒരു പേടിക്കണ്ട. എന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ എന്റെ നേതാവിന്റെ കയ്യിലുണ്ട്. വലാ ഹൗല വലാ ഖുവ്വ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ചില ഫവായിദ് ഞാൻ പറയാണ്, മറക്കരുത്. 1 അത് ശൈത്താനെ ഓടിക്കും. 2 യുർലിർ റഹ്മാൻ, അള്ളാഹിനെ തൃപ്തിപ്പെടുത്തും. 3 അള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയാൽ അവിടെ റഹ്മാൻ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനെ തൃപ്തിപ്പെടുത്തിയാൽ ഈ ലോകത്ത് തന്നെ, റഹ്മാൻ റഹീം ഇതൊക്കെ അള്ളാഹിന്റെ സിഫത്താ. റഹ്മാനെ തൃപ്തിപ്പെടുത്തിയ പരലോകത്ത് ഉണ്ടാവുന്നതിന് പുറമെ എവിടെ തന്നെ കിട്ടും? ഈ ലോകത്ത് കിട്ടും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. 3 യുസീലുൽ ഹമ്മ വൽ ഗമ്മ മിനൽ ഖൽബി, ഖൽബിൽ നിന്ന് ഹമ്മ ഗമ്മിനെ ദിക്ർ നീക്കി കളയും. ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ 4 അന്നഹു യുജ്ലിബു ലിൽ ഖൽബി അൽ ഫറഹ വസ്സുറൂറ, സന്തോഷം കൽബിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ സന്തോഷത്തിന്റെ ഒരു കാറ്റ് കൽബിലുണ്ടാവും. അതൊരു പ്രശ്നമല്ല. ഏത് ജാതി പ്രശ്നമാണെങ്കിലും അതൊന്നും സാരല്ല എന്നൊരു ഉറപ്പ് കൽബിലുണ്ടാവും. കൽബിൽ അതങ്ങോട്ട് കൊടുക്കും.
അതുകൊണ്ടാണല്ലോ കൽപ്പിൻ്റെ ഉള്ളിൽ ആ ഉറപ്പുള്ളതാണ്. ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസ് അടക്കം പേടിച്ചു. യമനിൽ നിന്ന് വരികയാണ് ഫ്ലൈറ്റിൽ. മുഹമ്മദ് ഷിഹാബ് തങ്ങളുമുണ്ട്, പിന്നെ അഹമ്മദ് സാഹിബുണ്ട്. തങ്ങളൊരു ചരിത്രമാണ്. ഫ്ലൈറ്റിൻ്റെ ഒരു ഭാഗത്ത് പിന്നെ ഒരു ഭാഗത്തൂടെ കാറ്റടിച്ച് കയറി. പഴയ ഒരു യമനി ഫ്ലൈറ്റ് ആയിരുന്നു. യമൻ തന്നെ പൊതുവെ ഒരു പഴയ നാടാണ്. യമനി ഫ്ലൈറ്റ് ആയിരുന്നു. അടിച്ചങ്ങോട്ട് കയറി കാറ്റടിച്ച് പുറത്തുനിന്ന് കാറ്റ് കയറിക്കഴിഞ്ഞാൽ എന്താണ്, ചില സമയങ്ങളിലൊക്കെ ഗ്ലാസ് വിൻഡോസ് വരെ താഴ്ത്തിയിടും. പ്രത്യേകിച്ച് ടേക്ക് ഓഫ് ചെയ്യുന്ന നേരത്തൊക്കെ ഗ്ലാസ് വിൻഡോസ് വരെ പിന്നെ മൂടിയിടും. ഒരു വളരെ സുഷിരം പോലും ഉണ്ടാകാൻ പാടില്ല. ഒരു അളവിൽ ഇങ്ങോട്ട് വായു കയറിപ്പോയാൽ അത് അതിൻ്റെ ആ സന്തുലിതത്വം ഇല്ലാതെയാക്കും. ഫ്ലൈറ്റിനെ വീഴ്ത്തി കളയുക വരെ ചെയ്യും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ അടിച്ച് കയറി. അപ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് പിന്നെ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു ടിഷ്യൂ പേപ്പർ കൊണ്ട് അത് അടക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാവർക്കും ബേജാറാണ്, തങ്ങൾക്കൊരു ബേജാറില്ല. തങ്ങളിരുന്ന് ചിരിക്കാണ്. ഈ സംഭവം തൻ്റെ അനുഭവം അഹമ്മദ് സാഹിബ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് അങ്ങനെയാണ്. എന്തുകൊണ്ട് എല്ലാവർക്കും ബേജാറുള്ള നേരത്തെ അവർക്ക് ബേജാറുണ്ടാവില്ല. എല്ലാവർക്കും ബേജാറില്ലാത്ത നേരത്തെ ബേജാറുണ്ടാവും. എല്ലാവർക്കും ബേജാറില്ലാത്ത നേരത്ത് അത് തന്നെയാണ് അശ്ശുക്രു ഇൻദ റഖാഇ. സന്തോഷമുള്ള നേരത്ത് അള്ളാഹുവിനെ നന്ദി ചെയ്യുന്ന ആളുകൾക്ക് ശിദ്ദത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. റഖാഇന്റെ നേരത്ത് അള്ളാഹിനെ പേടിച്ചാൽ മതി. റഖാ നല്ല സന്തോഷമുള്ള നേരത്ത് അള്ളാഹിനെ പേടിക്കുന്ന ആളുകൾക്ക് ആപത്തിന് പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് ആപത്തിന്റെ പ്രശ്നമില്ല. ഫ്ലൈറ്റ് കുലുങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞു അത്രേ, ഫ്ലൈറ്റ് ഇങ്ങനെ കുലുങ്ങി. അപ്പൊ പറഞ്ഞത്ര ഇത് മിക്കവാറും ആകാശത്തെ പഞ്ചായത്ത് റോഡാകാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അങ്ങനെയാ ചരിത്രം. അതായത് നിങ്ങളന്ന് ആലോചിച്ചുള്ള ഒരു ഉദാഹരണം പറയാം. ആ നേരത്തെ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ ഒരു ബേജാറില്ല. എന്തുകൊണ്ട്? അത് കൽബിനൊരു കൂവത്ത് കൊടുക്കും. ഇന്ന റബ്ബ് അങ്ങനെ വെറുതെ ആക്കൊന്നുമില്ല. ഇന്ന റബ്ബ് അങ്ങനെ ഒന്നും ചെയ്യൂല. നിന്റെ റബ്ബിനെ ഖൈറിലേക്കല്ലാതെ എത്തിക്കൂല. നീ എന്താണെങ്കിലും അതിന്റെ ഖൈറിനാവും എന്ന് ഒരു കൽബിന്റെ ഉള്ളിൽ. അതാണ് ഒരു കുവ്വത്തിനെ, ഒരു ഫറഹ സുറൂറിനെ കൽബിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. പിന്നെ യജ്ലിബു റിസ്ഖ, ഭക്ഷണത്തെ വലിച്ചു കൊണ്ടുവരും. ദിക്ർ ഭക്ഷണത്തെ വലിച്ചുകൊണ്ട് റിസ്ഖിനെ കൊണ്ടുവരും. യുഖവിൽ ബദന, ശരീരത്തിന് കുവ്വത്ത് കൊടുക്കും. യുഖവിൽ ബദന, ശരീരത്തിന്. ഒക്കെ മുസ്തഫ റസൂലുള്ളാഹിന്റെ വ്യാഖ്യാനം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് വേണ്ടി ദിക്ർ ചെല്ലുന്ന ആളെ മുഖത്ത് നോക്കിയാൽ ഒരു മഹാബത്ത് ഉണ്ടായിരിക്കും. മഹാബത്ത്, അതായത് അവന് ഒരു പേടിക്കപ്പെടേണ്ട ആളായിട്ട് മനുഷ്യന്മാർക്ക് തോന്നും. ചില ആളുകളെ ശംസുൽ ഉലമ കണ്ണിയത്ത് ഇൽമ്, ദിക്ർ, മുതാലഅ, ദിക്ർ പഠിപ്പിക്കലല്ലാത്തൊരു നേരം ആ മനുഷ്യനെ ഉറങ്ങുക ഇതല്ലാത്തൊരു നേരമില്ല, കണ്ടിട്ടല്ല. കൊല്ലക്കണക്കിന് ഒരു മനുഷ്യനെ ഹാദ്യമായി നടന്ന ആളുകൾ കണ്ടിട്ടില്ല. ഒന്നിരിക്കൽ ഇൽമ് പഠിക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ദിക്ർ ചെല്ലുക, അല്ലെങ്കിൽ പിന്നെ ഉറങ്ങാൻ. അതല്ലാത്തൊരു നേരമില്ല. അങ്ങനത്തെ നേരം ഉണ്ടാവില്ല. ആ മനുഷ്യനില്ല. ആ മനുഷ്യനെ അടുത്തേക്ക് എടുക്കാൻ പേടിയിരുന്നില്ല എല്ലാവർക്കും. അത് എന്നെ ഒരു മഹാബത്ത്, എല്ലാവർക്കും മഹാബത്ത്. അതിങ്ങനെ ഒരു പിന്നെ പ്രത്യേകം ഞാൻ ഈ ചായം തേച്ചൊരു കാര്യമല്ല. ഈ പന്തുകളിയുടെ ഗാലറിയിലൊക്കെ ഇരിക്കുന്ന ഒരു മുഖത്ത് ചായം തേച്ച് വല്ല പോത്തിന്റെ കണ്ണൊക്കെ ഉണ്ടാക്കും. അതിന് കാര്യമല്ല. അത് കോമാളിയായിട്ട് മനുഷ്യന്മാർ മനസ്സിലാക്കുക. ഈ മഹാബത്ത് മനുഷ്യന്മാർ അള്ളാഹുവാണ് കൽബിലേക്ക് ഇട്ടുകൊടുക്കും. ചില ആളുകളെ കാണാൻ പേടിയുണ്ടാവും, കണ്ടാൽ പേടിയുണ്ടാവും. എന്തെങ്കിലും അനാവശ്യം അവരടുത്ത് ഇരുന്ന് വർത്താനം പറയൂല. അവർക്ക് അവരെ പറ്റി പേടിയുണ്ടാവും. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ദിക്ർ ചെല്ലുന്നവനാണെങ്കിൽ ഈ മഹാബത്ത് അവന്റെ മുഖത്തേക്ക് അള്ളാഹു തആല ഇട്ട് കൊടുക്കും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അവരെല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. അതങ്ങനെ ഒരു മഹാബത്ത് ഉണ്ടായിരിക്കും. അവരെ കൽബിന്റെ ഉള്ളിൽ ഒരു മഹാബത്ത് ഉണ്ടായിരിക്കും. പിന്നെയോ ദാക്കിറായ ആൾക്ക് ഹുസ്നുൽ ഖാത്തിമ, ദാക്കിറായ ആൾക്ക് പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ധാരാളം ആളുകളെ മയ്യത്ത് കണ്ടാൽ ഇങ്ങനെ ചിരിച്ച് കിടക്കുന്നത്. ഞാൻ മജീദ് സാഹിബിനെ നമ്മൾ ഇന്നലെ ദുആ ചെയ്തല്ലോ, ബഹുമാനപ്പെട്ടവരെ മയ്യത്ത് പോയി കണ്ട ചില ആളുകൾ എന്നോട് പറഞ്ഞു ചിരിച്ച് കിടക്കാൻ ഒരു മനുഷ്യൻ തോന്നുകയാണ്. ആ ചിരിക്കുക, പുഞ്ചിരിയോടുകൂടെ മരിച്ചു കിടക്കുക. ഇങ്ങനെ വേറെ ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസം വരെ കണ്ടിട്ടുണ്ട്. ചില മനുഷ്യന്മാർ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ കിടക്കും. ചിരിക്കാണോന്ന് നമ്മളോട് ചിരിക്കുന്നുണ്ട് എന്നിങ്ങനെ തോന്നും. മയ്യത്ത് ഇങ്ങനെ ചിരിക്കും പോലെ തോന്നുക. അത് വല്ലാത്തൊരു സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഇത് ദിക്റിന് അള്ളാഹു തആല കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം ഉണ്ടാവും. ആ മരിക്കുന്ന നേരത്തിന് മയ്യത്തിനെ കണ്ട ആളുകൾ തന്നെ ആ മനുഷ്യനെ പറ്റി ഒരു പ്രത്യേകത, ആ മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ച് പ്രത്യേകമായ ഒരു അവസ്ഥ, ഒരു വലിയ മനുഷ്യനാണെന്ന് എല്ലാവർക്കും തോന്നും. അതേപോലെ തന്നെ യുരിസുൽ ഇനാബ, കൽബിന്റെ ഉള്ളിലേക്ക് ഒരു ഖേദം കൊടുക്കും. ഒരു ഇനാബ,
എന്തെങ്കിലും ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇനാപത്ത്, ഒരു ഖേദം, ദിക്ർ മനുഷ്യന്റെ കൽബിന് ഖേദം കൊടുക്കും. ഞാൻ നീട്ടി പറയുന്നില്ല. ഒരുപാട് നേട്ടങ്ങൾ കൽബിനുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ. പിന്നെയോ വലിയ മഅരിഫത്ത്, ഒരു മഅരിഫത്തിന്റെ ബാബ് തുറന്നു കിട്ടും. വിജ്ഞാനത്തിന്റെ വലിയ വാതിൽ തുറന്നു കിട്ടും. ദോഷങ്ങളെ, ആ ദിക്റിന്റെ ദാക്കിറിന്റെ ദോഷം എല്ലാ ദിവസം അങ്ങനെ മുങ്ങിക്കുളിച്ചുണ്ട്. എങ്ങനെ എന്ത് ചെല്ലുന്നവന് പിന്നെ ബാക്കിണ്ടാവുക? മുഅ്മിനീങ്ങളെ, ഞാനിനി നമ്മൾക്ക് ഹദ്ദാദിന്റെ അദ്കാർ ഒന്ന് പരിചയപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ തരട്ടെ. ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ദായിമാക്കുക. ഒരിക്കലും ആ നേരത്തെ ഹദ്ദാദ് ചെല്ലുന്ന നേരത്തെ പള്ളിയിൽ വർത്താനം പറഞ്ഞിരിക്കരുത്. സൂഉൽ ഖാത്തിമ ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു മജ്ലിസിൽ നമ്മൾ എത്തിയിട്ട് അവിടെ അള്ളാഹിന്റെ പൊരുത്തം വാങ്ങുന്ന ഒരു മജ്ലിസിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ അതിന്റെ പൊരുത്തക്കെട് വാങ്ങിയിട്ട് മടങ്ങി പോരരുത്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒന്നാമത്തേത് ഫാത്തിഹ. ഫാത്തിഹ, ആ ഫാത്തിഹയുടെ പ്രാധാന്യം പറയേണ്ടതില്ലല്ലോ. ഒന്നാമത്തെ ഫാത്തിഹ, ഫാത്തിഹയുടെ പ്രാധാന്യം പറയേണ്ടതില്ല. ഇന്നഹാ ഉമ്മുൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു തവണ ഓടിയാൽ ഖുർആന്റെ മൂന്നിലൊന്ന്. ഫാത്തിഹ ഒരു തവണ ഓടിയാൽ ഖുർആൻ ഒരു തവണ ഓടിയതുപോലെയാ. ഖുർആൻ ഒരു തവണ ഓടിയതുപോലെയാ ഫാത്തിഹയിലോട്ട് ഓടിയത്. അങ്ങനെയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. മക്കയിലും ഇറങ്ങിയിട്ടുണ്ട്, മദീനയിലും. മക്കിയത്തുമാണ്, മദനീയത്തുമാണ്. 2 തവണ ഇറങ്ങിയ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. എല്ലാ സൂറത്തും ഒന്നിരിക്കലും മക്കിയത്താണ് അല്ലെങ്കിൽ മദനീയത്താണ്. ഫാത്തിഹ മക്കിയത്തുമാണ്. 2 സബബുൻ നുസൂലുണ്ട്. 2 സബബുൻ നുസൂൽ. ചിലപ്പോൾ ജിബിരിൽ ഒന്ന് ആവർത്തിക്കുന്നതല്ല, സബബുൻ നുസൂൽ 2. എല്ലാത്തിനും, എല്ലാ ആയത്തിനും സബബുൻ നുസൂൽ 1. ആയത്തിറങ്ങാനുള്ള കാരണം 1. ഫാത്തിഹക്ക് സബബുൻ നുസൂൽ 2. ഏതൊക്കെയാ? ഒന്ന് ലമ്മാ ഫുർളത്തിസ് സ്വലാ, നിസ്കാരം ഫർളാക്കിയപ്പോൾ മക്കയിൽ ഇറങ്ങി. 1 മെഹ്റാജോട് കൂടെ നിസ്കാരം ഫർളാക്കിയപ്പോൾ മക്കയിൽ ഇറങ്ങി 1 വട്ടം. 1 അത് അങ്ങനെ മക്കിയത്തായി. മദനീയത്തുമാണ് ഫാത്തിഹ. അതെവിടെയാ? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിന്ന് കഅബാലയത്തിലേക്ക് ഖിബ്ലയെ മാറ്റി. അപ്പോൾ വീണ്ടും ഇറങ്ങി. 2 വട്ടം ഇറങ്ങി. മക്കിയത്തുമാണ്, മദനീയത്തുമാണ്. എന്റെ വകയല്ല. തഫ്സീർ നസഫി വളരെ വ്യക്തമായി ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല്ല. ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഹദ്ദാദിലെ ആദ്യത്തെ ദിക്ർ ഏതാ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. هذه الآيات الخمسة قاعدة علوم الشريعة والطريقة والحقيقة. ഇസ്ലാമിക വിജ്ഞാന ശാഖകൾ 3 ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. 3ന്റെയും അടിത്തറ ഈ 5 ആയത്താണ്. വളരെ ശ്രദ്ധിക്കുക. അലിഫ് ലാം മീം ശരീഅത്ത് ഉണ്ടതില്, ത്വരീഖത്ത് ഉണ്ടതില്, ഹഖീഖത്ത് ഉണ്ടതില്. 3ന്റെയും അടിത്തറയാണ് ഈ 5 ആയത്ത്. ഇതില്ലാത്തൊരു ഭയങ്കര ഇത് ഖാഇദത്തു ആയിൽ ഖുർആൻ സിവൽ ഫാത്തിഹ. ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നുള്ള 113 സൂറത്തിന്റെ ഇരിപ്പിടമാണ് ഈ 5 ആയത്ത്. ഭയങ്കര. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ വയുഖീമൂനസ് സ്വലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ഇത്
ഖാഇദത്തു ആയിൽ ഖുർആൻ സിവൽ ഫാത്തിഹ. ഫാത്തിഹ കഴിഞ്ഞാൽ മൊത്തം സൂറത്തുകളുടെ ഇരിപ്പിടമാണ്. മാത്രമല്ല ഖാഇദത്തു ഉലൂമി ശരീഅത്തി വത്വരീഖത്തി വൽ ഹഖീഖത്തി. 3 കാര്യമാണ് ഇസ്ലാമിക വിജ്ഞാനം. 3 കാര്യത്തിൽ അധിഷ്ഠിതമാണ്. ഒന്ന് ശരീഅത്ത്, ഒന്ന് ത്വരീഖത്ത്, ഒന്ന് ഹഖീഖത്ത്. അങ്ങനെ 3 കാര്യമുണ്ട്. ശരീഅത്തുൻ കസഫീനത്തിൻ വത്വരീഖത്തുൻ കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ ഗലാമൻ റാമ ദുർറൻ ഫിസ്സഫീനതി യർകബു ഫയഖൂസു ബഹറൻ ثم درا حصلا وكذا الطريقة والحقيقة يا أخي من غير فعل شريعة لم تحصلا. 3 ജാതി വിജ്ഞാന ശാഖകളാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് ശരീഅത്ത്, ഒന്ന് ത്വരീഖത്ത്, ഒന്ന് ഹഖീഖത്ത്. ആ 3ന്റെയും അടിത്തറയാണ് ഈ 5 ആയത്ത്. ഈ 5 ആയത്ത് ഒരാൾ ഓടുന്നത് മൊത്തം ശരീഅത്ത് ആവർത്തിച്ചതുപോലെയാണ്, മൊത്തം ഹഖീഖത്ത് ആവർത്തിച്ചതുപോലെയാണ്, മൊത്തം ത്വരീഖത്തിൽ പ്രവേശിച്ചതുപോലെയാണ്. ഏത് മശായിഖന്മാരും അവരുടെ ഏത് ബന്ധങ്ങളിലും ഏതിടപാടുകളിലും ഒന്നാമതായി 5 ആയത്തോടും. ഏത് ഷെയ്ഖ്, ഏത് സൂഫി, ഏത് മുറബ്ബിയ ഷെയ്ഖ്, ഏത് ഖുത്ബ് ആരാണെങ്കിലും വേണ്ടില്ല, അവര് ഏത് മശായിഖന്മാരും ചെയ്യാൻ ഫാത്തിഹയെ പെരുപ്പിക്കും, ഈ 5 ആയത്തിനെ പെരുപ്പിക്കും. പിന്നെ വേറെ 2 ഭാഗം കൂടി ഉണ്ട്. അൽ ബഖറ എന്ന് പറഞ്ഞാൽ സിനാമുൽ ഖുർആൻ. അൽ ബഖറ എന്ന് പറഞ്ഞത് സിനാമുൽ ഖുർആൻ, ഖുർആന്റെ കൊടുമുടിയാണ് സൂറത്തുൽ ബഖറ. ഖാല റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി, ഖുർആനിന്റെ കൊടുമുടിയാണ്, ഖുർആന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ്. ആ അൽ ബഖറ ഒരാൾ നിത്യമാക്കിയാൽ അയാൾ അടുത്തേക്ക് പിശാച് അടുക്കുകയില്ല. പക്ഷേ എന്നെങ്കിലും ഒരു താല്പര്യത്തിന് ഓടുന്നവർക്ക് ഇത് നിത്യമാക്കാൻ കഴിയില്ല. നിത്യമാക്കിയാൽ മതി, ഒരു പ്രശ്നമില്ല. എല്ലാ ദിവസവും അൽ ബഖറ ഓടും. എല്ലാ ദിവസവും അൽ ബഖറ ഓടുന്ന വീട്ടിലേക്ക് ശൈത്താൻ അടുക്കൂല. പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊരു നടപ്പുണ്ടായിരുന്നു. വീട്ടിൽ ഓതിയാൽ മതി, വീട്ടിൽ ഒരു വട്ടം അൽ ബഖറ. പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊരു നടപ്പുണ്ടായിരുന്നു. എന്ത് ചെയ്യും? വീട്ടിൽ വന്ന് ഒരാളെ ഒരു മല്ലാക്കാനെ വരുത്തിയിട്ട് ഇല്ലേ ഉണ്ടായിരുന്നില്ലേ, ഇവിടെ ഇല്ലേ, ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ മുമ്പേ മോശമാണെന്നാണ് അതിന്റെ മാന. ഇല്ല അല്ലേ മാഷെ? ഉണ്ട്. പഴയ കാലം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എല്ലാ വീടിലും ഒരു ദിവസമെങ്കിലും ഒരു വട്ടം അൽ ബഖറ ഓതണം. അത് ആരെങ്കിലും ഒരാൾ ഓടിയാൽ മതി, ഒരു തവണ. ഒരു വ്യക്തി ഓടിയാൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ശൈത്താൻ നടക്കൂല. ഒരു വീട്ടിൽ ഓടിയാൽ ആ വീട്ടിൽ ശൈത്താൻ ഉപദ്രവം ഉണ്ടാവില്ല. എല്ലാ ദിവസവും ഉപദ്രവം ഉണ്ടായിട്ട് പിന്നെ ഇളക്കി കളയാൻ നോക്കിയിട്ട് കാര്യമില്ല. ആദ്യ ഉപദ്രവം ഇല്ലാതെ. ഹിമായത്താണ് ദവാഇനേക്കാൾ വലുത്. ദവാ അല്ല, ഹിമായത്താണ് വലുത്. സംരക്ഷണം, പ്രൊട്ടക്ഷൻ, അതാണ് വലുത്. മരുന്നല്ല പ്രശ്നം. മരുന്ന് കഴിച്ചാൽ തന്നെ മരുന്നോട് രോഗം ഉണ്ടാവും. പ്രശ്നം എന്താണെന്നറിയോ? വരാതെ സൂക്ഷിക്കാന്നുള്ളതാണ്. അതിനാണ് എല്ലാ ദിവസവും ഒരു വട്ടം അൽ ബഖറ ഓടുക. എന്താ ഒരാൾ ഒരു 4 മരുമക്കളൊക്കെ ഉള്ള വീട്ടിൽ എന്ത് ചെയ്താൽ മതി? ഒരാൾ ഒരു പിറ്റേന്ന് പറഞ്ഞ അടുക്കളയിൽ അടിക്കാനും പിന്നെ പാത്രം കഴുകാനും ഒക്കെ ഈ വിഷയത്തിന് പെണ്ണുങ്ങൾ 3-4 പെണ്ണുങ്ങളുള്ള വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇല്ലേ? ഒരു 3-4 പെണ്ണുങ്ങളുള്ള വീട്ടിൽ ഇല്ലേ? അങ്ങനല്ലേ? ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. എന്നതുപോലെ എന്താ അൽ ബഖറ ഓടാൻ അതിനൊരു ഒരു ഷെഡ്യൂൾ അതിനുണ്ടാവുക. ഇന്നത്തെ ദിവസം ഇന്നാളിനോട്, നാളെ ഇന്നാള് എന്താ അങ്ങനെ ചെയ്താൽ അതൊക്കെ അമ്മായും പിന്നെ അമ്മോശാക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. പഴയ കാലത്ത് എന്തുണ്ടായിരുന്നു? വീടുകളിൽ ഇത് കൃത്യമായി ഓതിയിരുന്നു. എല്ലാ വീടുകളിലും, ഏകദേശം പ്രധാനപ്പെട്ട വീടുകളിലൊക്കെ ഇത് ഓടും. ചിലർ ഓടിക്കും. ഇതൊക്കെ പ്രധാനമാണ്. എത്ര തിരക്കാണെങ്കിലും അതവിടെ നടന്നിരിക്കും. അത് പ്രധാനപ്പെട്ട അങ്ങനെ ഓടുന്ന ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാടുകളിലൊക്കെ. അവർ വലിയ ബർക്കത്തിന്റെ ആളുകളായിരുന്നു. ആ കാലത്തൊക്കെ വലിയ ബർക്കത്ത് മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു. അത് ഉറപ്പല്ലേ? അതുണ്ടായാൽ എന്തുണ്ടാവും? ശൈത്താൻ എടുക്കില്ല. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. അവർക്ക് വലിയ ഹൈറുണ്ടാവും. അവരെ ബർക്കത്തും സലാമത്തും ഉണ്ടാവും. ഒരു ദിവസത്തിൽ അവർ 10 പാപ്പറായി പോവില്ല. ഇന്ന് നമ്മൾ ഏത് ധനാട്യനും ദിവസം കൊണ്ട് പാപ്പറാവുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അൽ ബഖറ സൂറത്തിന്റെ പ്രധാന ഖുർആന്റെ കൊടുമുടിയാണ്. അൽ ബഖറ ഖുർആന്റെ കൊടുമുടിയാണ്. ഖാല റസൂലുള്ളാഹി, സൂറത്തുൽ ബഖറ സിനാമുൽ ഖുർആൻ. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്. ഒന്ന് ആദ്യത്തെ 5 ആയത്ത്, പിന്നെ ആയത്തുൽ കുർസി, പിന്നെ ആമൻ റസൂൽ. ഇത് 3ഉം എന്തിലുണ്ട്? തുടക്കം, മധ്യം, ഒടുക്കം. ബിദായത്ത്, വസ്ത്, നിഹായത്ത്. അതാണല്ലോ ഒരു വിഷയത്തിൽ. മനസ്സിലായില്ലേ? തുടക്കം, മധ്യം, ഒടുക്കം. 3ഉം ഉണ്ട്. എന്തിനാ 3ഉം കൂട്ടിയെന്നറിയോ? ഒരു തവണ അൽ ബഖറ ഓതിയതുപോലെ ആക്കാൻ. മനസ്സിലായില്ല നിങ്ങൾക്ക്? അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഹദ്ദാദിന് നീ കൂടൂല. എന്താ നീ വിചാരിച്ചത്? ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഹദ്ദാദ് റളിയല്ലാഹു അല്ല. ബുഖാരി എങ്ങനെയാണോ ബുഖാരിയുടേതാവുക? അത് ഹദ്ദാദ് അല്ലേ? ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ
ഹദ്ദാദ് എന്നാൽ എന്താ? അള്ളാഹിന്റെ ഖുർആനും മുഹമ്മദ് നബിയുടെ ഹദീസും ഹദ്ദാദ്. അല്ലാതെ ബുഖാരിയുടെ ഹദീസ് അത് ബുഖാരി അല്ലേ? ബുഖാരിയുടെ ഹദീസ് എങ്ങനെ ബുഖാരിയുടേതാവുക? ബുഖാരിയുടെ ഹദീസ് മുസ്തഫ നബിയുടേതാ. അത് ക്രോഡീകരിച്ച ആളാണ് ആര്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി. എന്നതുപോലെ ഹദ്ദാദിന്റെ അദ്കാറുകൾ അള്ളാഹിന്റെ കലാമും മുസ്തഫ നബിയുടെ ഹദീസും അത് ക്രോഡീകരിച്ച ആളാണ് ആര്? അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അത്രേ ഉള്ളൂ. തുർമദി ക്രോഡീകരിച്ചപ്പോൾ തുർമദി എന്ന് പറയും, നസായി ക്രോഡീകരിച്ച കിതാബിന് നസായി എന്ന് പറയും, അബൂദാവൂദ് ക്രോഡീകരിച്ച അബൂദാവൂദ് എന്ന് പറയും. എന്നതുപോലെ ഈ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവരാരാ? അവര് ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരമക്കളിൽ തെരീമിന്റെ പേരമകനാ. തെരീമിലാണ് ഖബർ. വലിയ മഹാനാ. വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹാനാ, ഭയങ്കര മഹാനാ. ഹറമിൽ വന്നാൽ ഹറമിലുള്ള ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ മത്വാഫിലിരുന്ന് അനവധി കാലഘട്ടം ഇത് ആ ഹറമിലെ ആളുകൾ മുഴുവൻ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അനവധി കാലഘട്ടം ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഹറമിൽ ഇത് ചെല്ലിയിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തും ചെല്ലിയിരുന്നു. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ മുബ്തദിഈങ്ങൾ വളർന്നു വന്നു. ഖദരിയാക്കളും അതുപോലെയുള്ള മുർജിഅത്തും മുഅ്തസിലത്തും ഒക്കെ വളർന്നു വന്നപ്പോൾ മുബ്തദിഈങ്ങൾ അള്ളാഹിന്റെ ദീനിനെ ഹലാക്കാക്കാൻ ഒരുങ്ങിയപ്പോൾ അവർക്ക് വേലേ ഭരണാധികാരികൾ ചാഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ എന്തുണ്ടായി? അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ കാലത്ത് മുബ്തദിഈങ്ങൾ അധികരിച്ചു. ഭരണാധികാരികൾ മുബ്തദിഈങ്ങളെ പിന്നാലെ കൂടുകയും ചെയ്തു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഹബീബ റസൂലുള്ളാഹിന്റെ ദിക്ർ ക്രോഡീകരിച്ചു. എന്തിന്? മുബ്തദിഈങ്ങളെ തടയാൻ വേണ്ടിയും ഭരണാധികാരികളെ സെൽസബീലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും. ആ ഒരൊറ്റ സംഭവത്തോടുകൂടെ ഇത് നടന്നു. മുബ്തദിഈങ്ങൾ പരാജയപ്പെട്ടു. അള്ളാഹുവിന്റെ ദീനിൽ പുതുവാദം കൊണ്ടുവരുന്നവർ ആ കാലഘട്ടത്തിൽ പരാജയപ്പെട്ടു. ഇനി നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു പറയാം. നമ്മുടെ നാട്ടിൽ കൃത്യമായി വീട് വീടാന്തരം ഈ ഹദ്ദാദ് ഓതിയിരുന്ന കാലത്ത് ഇവിടെ ഒരു ചേകനൂരില്ല, ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. ഒരു കുഴപ്പം ഈ നാട്ടിലില്ല. ഏതോ ഒരു ചേകനൂര് നടന്നിരുന്നെങ്കിൽ ഒരു ഭ്രാന്തനായി കണക്കാക്കിയിരുന്നു. ഇന്ന് ഈ വിശ്വാസങ്ങൾ മുഴുവൻ ഇപ്പോൾ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നോടൊരു വിഭാഗം ആളുകൾ ചെറുപ്പക്കാർ വന്നിട്ട് ഒരു പ്രദേശത്ത് നിന്ന് ആ സ്ഥലം ഞാൻ പറയുന്നില്ല വന്നിട്ട് പറഞ്ഞത്, ഇന്നാലിൻ്റെ ഒരു പാർട്ടി കുഫറിന്റെ വാദം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാടിൽ. അതുകൊണ്ട് നിങ്ങൾ അവിടെ വന്നിട്ട് ആ വിഷയം ഒന്ന് റമദാൻ കഴിഞ്ഞാൽ ഒന്ന് പരിഹരിച്ചു തരണം, ആ വിഷയം ഒന്ന് സംസാരിക്കണം. കുഫറിന്റെ വാദത്തിൽ പുതിയ ആളുകൾ ആര് നല്ല ഈമാനുള്ള തറവാട്ടിൽ നിന്ന് കുഫറിന്റെ വാദവും കൊണ്ട് വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലക്കാരായ ഒരു സംഘം ചെറുപ്പക്കാർ 2 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കണം, ആ ജില്ലക്ക് സത്യത്തിൽ എത്ര വലിയ സ്വാലിഹ്യങ്ങളും മുത്തഖീങ്ങളും ഉണ്ടായ നാടാ. ആ നാട് മുഴുവനും ഇന്ന് പുതിയ വാദങ്ങളും നാശങ്ങളും കുഫറുകളും ഇന്ന് മനുഷ്യന്റെ തടിയിലേക്ക് വരിക. എന്താ കാരണം ഇത് തന്നെയാണ്. ഇത് ഉണ്ടാക്കാൻ തന്നെ കാരണം മുസ്തഫ നബിയുടെ ഹദീസിനെ ഈ വിധത്തിൽ ക്രോഡീകരിക്കാനുള്ള കാരണം എന്താ? സാമൂഹികമായ വിപത്ത് തടയുക, കൽബിയായി ശുദ്ധീകരിക്കുക. അതിനുള്ള ദിക്റുകൾ മാത്രമാണ് ഹദ്ദാദിലുള്ളത്. മനസ്സിലായി? ആയിരക്കണക്കിന് ദിക്റുണ്ടെങ്കിലും കുറഞ്ഞ ദിക്റേ ഹദ്ദാദിലുള്ളൂ. അതിന് സാമൂഹികമായ വിപത്തിനെ തടയുക, പിന്നെ കൽബിനെ ശുദ്ധീകരിക്കുക. ഇതാണ് ഹദ്ദാദിന്റെ ദിക്റുകൾ. അത് ഞാൻ മുഴുവൻ ഇവിടെ കാണിച്ചു തരാം. അതാണ് ഹദ്ദാദിന്റെ ദിക്റിന്റെ സംക്ഷിപ്തം. അത് വന്നപ്പോൾ ഭരണാധികാരികൾ മുബ്തദിഈങ്ങളെ പിന്നാലെ കൂടി. ഈ ദിക്റാൻ പ്രാവർത്തികമാക്കിയപ്പോൾ ഭരണാധികാരികളും മുബ്തദിഈങ്ങളും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുകയും മുബ്തദിഈങ്ങൾ പരാജയപ്പെടുകയും ദീനിന്റെ അഹ്ലുകാർ വിജയിക്കുകയും ചെയ്തു. ഇതാണ് അതിനാൽ ഉണ്ടായിട്ടുള്ള നേട്ടം. പിന്നെന്താ ഉള്ളത്? ഒന്ന് ആ ഫാത്തിഹ, പിന്നെ ഒന്ന് അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത്, പിന്നെന്താ ആയത്തുൽ കുർസി. അതു സയ്യിദതു ആയിൽ ഖുർആൻ ഖാല റസൂലുള്ളാഹി. ഖുർആന്റെ ആയത്തുകളുടെ നേതാവാ. ഇതൊക്കെയാണോ ബിദ്അത്ത്? പോട്ട, ഇതൊക്കെ ബിദ്അത്ത്. ഇതെങ്ങനെ നിനക്ക് ബിദ്അത്താവുക? ഒന്ന് ഫാത്തിഹ, പിന്നെ അതിന്റെ അവസാനം മശായിഖന്മാരും ഉസ്താദുമാർക്കും നമുക്കൊക്കെ എല്ലാവർക്കും വേണ്ടി ഒക്കെ ദുആ ചെയ്യണം. മുൻഗാമികൾക്ക് ദുആ ചെയ്യാതെ പിൻഗാമികൾക്ക് ഗുരുത്തുണ്ടാവില്ല. അതാണ് അവസാനത്തെ ദുആ. അത്രയേ ഉള്ളൂ. ഇതിൽ ഒന്ന് ഫാത്തിഹ, ഒന്ന് അൽ ബഖറയുടെ ആദ്യത്തെ ഭാഗം, ഒന്ന് ആയത്തുൽ കുർസി, സയ്യിദത്തു ആയിൽ ഖുർആൻ ഖാല റസൂലുള്ളാഹി. ഖുർആന്റെ ആയത്തുകളുടെ മുഴുവനും മൊത്തം നേതാവായ ആയത്താണ് ഏത്? ആയത്തുൽ കുർസി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരാൾ ആയത്തുൽ കുർസി ഓതി ഹിർസുൻ മിനശ് ശൈത്താൻ അങ്ങനെ ഉണ്ടാവും. ഹിർസുൻ മിനശ് ശൈത്താൻ, ശൈത്താനെ തൊട്ട് പൂർണ്ണമായ സംരക്ഷണം ഉണ്ടാവും. ആയത്തുൽ കുർസി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇടുക, നിസ്കാരം കഴിഞ്ഞിട്ട് ഇടുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇഖ്ലാസോടുകൂടി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു വട്ടം ഇഖാമത്ത് കൊടുത്തിട്ടും ഓടാം, ഇഖാമത്ത് കൊടുത്തിട്ടും ഓടാം. ആ നിയ്യത്തിന് വരുന്നതിന് മുമ്പ്
ശൈത്താൻ വസ്വാസിന്റെ ഹലൽ ഉള്ളവർക്ക് ഇത് പ്രത്യേകമായി നല്ലതാണ്. മനസ്സിലായില്ല? ചില ആളുകൾക്ക് ശൈത്താനി വസ്വാസിന്റെ ഹലലുണ്ടാവുമല്ലോ, അവർക്ക് പ്രത്യേകിച്ചും നല്ലതാണ്. എന്ത് പിന്നെ ഇഖാമത്ത് കൊടുത്ത് എന്ത് ചെയ്യുക, സൊഫിൽ നിന്നിട്ട് തന്നെ ഒരു തവണ എന്ത് ചെയ്യാം, ആയത്തുൽ കുർസി ഓതുക. വസ്വാസം ഒഴിവായി. ഇത് ഭയങ്കര വസ്വാസാണല്ലോ, എല്ലാവർക്കും വസ്വാസാണ്. എല്ലാവർക്കും നല്ല ഫാൻസൊക്കെ ഇട്ട് നടക്കുന്നതേ ഉള്ളൂ വസ്വാസിന്റെ ആളുകളാ. ഒക്കെ വസ്വാസായി. എനിക്കറിയാം, ഓരോരുത്തരും എന്നെ വന്ന് വലിയ വലിയ ഫാൻ ഇട്ട ആളുകളൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട്. വസ്വാസ് തലയിലൊക്കെ ഒരുപാട് ആളുകൾക്ക്. ചില ആളുകൾക്ക് ഇപ്പോഴും എൻ്റെ കക്കൂസിന്ന് പോരാൻ കഴിയില്ല. ഒരു വട്ടം കുളിക്കണമെങ്കിൽ ഒരു ലക്സ് സോപ്പൊക്കെ ഫുള്ള് വേണം. അങ്ങനത്തെ ആളുകൾ ഇവിടെ ഈ ഡിഗ്രി ഉള്ള ആളുകളെ എനിക്കറിയാം, ഭൗതികമായ ഉന്നത ഡിഗ്രി ഉള്ള ആളുകളെ എനിക്കറിയാം. ഒരു തവണ ഒന്ന് കുളിക്കണമെങ്കിൽ ഒരു ലക്സ് സോപ്പൊക്കെ വേണം. എന്നിട്ട് തന്നെ പിന്നെ റാഹത്താവില്ല. അതായത് ഒന്നിങ്ങോട്ട് ചവിട്ടിയാൽ പിന്നെ അങ്ങോട്ട് തന്നെ വീണ്ടും ചവിട്ടും. ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോരുത്തരെ വസ്വാസ്. എപ്പോഴും എന്നോട് സംശയം ചോദിക്കുന്ന ഒരാളുണ്ടാവും, പറഞ്ഞു കക്കൂസ് പോയാൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ പിന്നെ അവിടെ ചവിട്ടിയാൽ പിന്നെ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഈ വെള്ളത്തിൻ്റെ അംശം ഇങ്ങോട്ട് ചാടിയാൽ പിന്നെ അത് അങ്ങോട്ട് പോയാൽ പിന്നെ ഇയാൾ വസ്വാസിലായിട്ട് ഇങ്ങനെ ചോദിച്ചാൽ ഫുള്ള് എന്താ പറയുക. ഞാൻ പലവട്ടം പറഞ്ഞു, പിന്നെയും വിളിക്കും, പിന്നെയും ഒന്നും കൂടി വിളിക്കും. എന്നാലും എനിക്കൊരു ഡൗട്ടാണ്. പിന്നെ ആ വെള്ളത്തിലേക്ക് പിന്നെ നമ്മൾ കഴുകിയ വെള്ളം കഴുകുന്ന നേരത്ത് നമ്മൾ പിന്നെ വിസർജിച്ചിട്ട് കഴുകുന്ന നേരത്ത് ആ വെള്ളം നമ്മൾ കൈയോട് കഴുകുമ്പോൾ ഒരല്പം തുള്ളി ഇങ്ങോട്ട് തെറിച്ചാൽ ആ വെള്ളം ഇതിലേക്കായാൽ പിന്നെ നമ്മൾ ചെരുപ്പോട് കൂടി ചവിട്ടിയാലും ആ വെള്ളത്തിൻ്റെ ഒരല്പം ഈ ചെരുപ്പിൻ്റെ അടിയിലേക്ക് ഇങ്ങോട്ടായാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചവിട്ടിയാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ കാലിൻ്റെ അടിയിൽ പിന്നെയും നെഗസ് ബാക്കിയാവൂലേ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയില്ല. അല്ല, മറുപടി എന്താ പറയുക? പിന്നെ അയാളെ കക്കൂസിൽ പോയി നമ്മൾ പോയി നോക്കണം, ഇതിങ്ങനെ ഇങ്ങനെ ചവിട്ടുന്ന എത്ര ആളുകൾക്ക് ഈ സോക്കട്. എന്താ കാരണം? ശൈത്താൻ തലയെ കയറി അടിയിരിക്കുക. ഒരുപാട് ആളുണ്ട് ഈ ആഹ്ലസമാൻ്റെ അത് വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഒരു തവണ കൂടുക. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ആയത്തുൽ കുർസി ഓതിയാൽ എല്ലാ ഹിർസും ഉണ്ടാവും, സ്വർഗം ഉണ്ടാവും. ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ ഞങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ അതായത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ബാങ്കിനെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാം, ആയത്തുൽ കുർസി ഓതുക. ഒക്കെ ഞാൻ പലപ്പോഴും കഴിഞ്ഞ വർഷം പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മ. അതേപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതിയാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തിൽ മൗത്ത് ഖാല റസൂലുള്ളാഹി. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, പിന്നെ അവനെ സ്വർഗത്തിൽ കയറാൻ ആകെ ഒരു തടസ്സം മരണമാണ്. മനസ്സിലായില്ല? ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. സ്വർഗപ്രവേശത്തിന് അവനൊരു തടസ്സവുമില്ല, ഇല്ലൽ മൗത്തു, മരണമല്ലാതെ. മരിച്ചാൽ നേരെ കയറും, മരിക്ക നേരെ സ്വർഗത്തിൽ കയറുക, മരിക്ക സ്വർഗത്തിൽ കയറുക, അങ്ങനെ ഉണ്ടാവും. മൂന്നാമത്തെ നേരാ ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുനാ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി وقالوا سمعنا واطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت تؤاخذنا إن نسينا واخطأنا حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഈ രണ്ടായത്തിനും റസൂലുള്ള പറഞ്ഞത് സഹ്റാവാനീന. റസൂലുള്ള കൊടുത്ത പേര് സഹ്റാവാനീൻ. സഹ്റാവൈൻ ഈ ആയത്തിനെ എന്നും ഓടേണമേ ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. വമസ് സഹ്റാവാനി യാ റസൂലല്ലാഹ്. സഹ്റാവാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രകാശം നിർബന്ധമായും കിട്ടുന്ന രണ്ടായത്ത്. അതായത്ത് ഓടുന്നവർക്ക്, നിത്യമായി ഓടുന്നവർക്ക് മഹശറിൽ പ്രകാശം കിട്ടും, ഉറപ്പ്. മഹശറിൽ പ്രകാശം കിട്ടിയവർക്കോ നരകമില്ലാത്ത സ്വർഗം കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ രണ്ടായത്തിന് റസൂലുള്ള കൊടുത്ത പേര് സഹ്റാവാനീനാണ്. സഹ്റാവാനി എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രകാശം നിർബന്ധമായും കിട്ടുന്ന രണ്ടായത്ത്. ഈ രണ്ടായത്തെ ഒരു ദിവസം ഒരാൾ ഒരു തവണയെങ്കിലും ഓതിയിട്ടുണ്ടെങ്കിൽ അവന് മഹശറിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും? പ്രകാശം ലഭിക്കും. മഹശറിൽ പ്രകാശം ലഭിച്ചാൽ, മഹശറിലെ പ്രകാശമാണോ ഈ പറഞ്ഞത്? മഹശറിൽ ഒരാൾക്ക് പ്രകാശം ലഭിച്ചാൽ അവന് എന്തുണ്ടാവും? നരകപ്രവേശം ഇല്ലാതെ തന്നെ
സ്വർഗം ഉണ്ടാവും. ചില ആളുകൾക്ക് നരകപ്രവേശത്തിന് ശേഷം സ്വർഗം ഉണ്ടാവും. അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മൾ കാക്കട്ടെ. പഠിച്ചവനെ നരകത്തിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. റബ്ബേ ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ. മുത്തഖീങ്ങളായ സാലിഹീങ്ങൾ ബദറിൽ അടയാടിയ ഒരു നേരത്താണ് ഞങ്ങൾ ഈ ദ്വാർക്കണത്. പഠിച്ചവനെ അല്ലാഹുവേ ഗഫൂർ റഹീമേ, ഖിയാമത്ത് നാൾ വരെ ഈ നേരത്തിന് ഫളിലുണ്ടാവുമല്ലോ. പഠിച്ചവനെ നിങ്ങൾക്ക് മാപ്പാക്കി തരണം. പഠിച്ചവനെ തെറ്റ് ചെയ്തവരാണ് റബ്ബേ, പൂർത്തരണം. പഠിച്ചവനെ പൂർത്തരണം. പഠിച്ചവനെ പൂർത്തരണം. പഠിച്ചവനെ ഗഫൂർ റഹീമേ, ഞങ്ങൾക്ക് നരകത്തിൽ തൊടാൻ കഴിയില്ല റബ്ബേ. ഞങ്ങൾ നരകല്ലാതെ തന്നെ സ്വർഗം തരണം. പഠിച്ചവനെ കബൂലാക്കണം റബ്ബേ. ആമീൻ റഹ്മതിക യാ റഹ്മാൻ റഹീം. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കാം, അവസാനിക്കാം. പ്രകാശം നിർബന്ധമായും ലഭിക്കുന്ന രണ്ടായത്തുകൾ അതെല്ലാവരും ഓടിയിരിക്കണം. മുസ്തഫ നബി പറഞ്ഞു. ഖാലു സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, പ്രകാശം തരുന്ന രണ്ടായത്ത് ഏതാണ് നബിയെ? അപ്പോൾ പറഞ്ഞു, അല്ലായത്താനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഹദ്ദാദിലുള്ള മറ്റൊരു കാര്യം. എന്തൊക്കെ ഹദ്ദാദിലുണ്ടായത്? ഒന്ന് ഫാത്തിഹ, ഒന്ന് അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത്, പിന്നെ നടുവിലെ ഒരായത്ത്. ഏത്? ആയത്തുൽ കുർസി. അത് ഏറ്റവും വലിയ ആയത്താണ് ഖുർആനിലെ, ഏറ്റവും കൂലിയുള്ള ആയത്ത് അതാണ്. പിന്നെ സഹ്റവാനി അവസാനത്തെ 2 ആയത്ത്. എമ്പാടും ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലെങ്കിൽ ആരത് ഓടുക? അതും വെള്ളം പറയാ. ഇങ്ങനെ ഒരു ഹദ്ദാദില്ലെങ്കിൽ ആർക്ക ഓടുക? ആരാ നേരമുള്ളത്? ഇന്നലെ ഈ 2 ആയത്ത് ഓടിയവര് കൈവക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ കൈവക്കും. എന്തുകൊണ്ട് കൈവക്കും? ഹദ്ദാദ് പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? അത് അൽഹംദുലില്ലാ, നല്ല കാര്യം. ഹദ്ദാദിൽ പങ്കെടുക്കും. ഇപ്പോൾ കൈവക്കാൻ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കൈവക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? റമളാനിൽ എല്ലാ പള്ളികളിലും ഹദ്ദാദ് ഉണ്ടാവും. എന്നാ റമളാൻ കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ക്ലാസ്സിൽ വരുന്നവർ കുറെ ആളുകൾ അത് ക്ലാസ് കൊണ്ട് അവർക്ക് കിട്ടിയതാണ്. ക്ലാസ്സിൽ വരുന്നവർ ഒക്കെ നമ്മളെ ഷർത്തുല്ലബിൽപ്പെട്ടതാണ്. ക്ലാസ്സിൽ വരുന്നവർക്ക് ഉള്ളുണ്ടാവണം, രാത്രിയായ ഹദ്ദാദ് ചെല്ലണം, വാക്യ ഓതണം, തബാറക് ഓതലൊക്കെ അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. അല്ലാത്തവർ എത്ര ആളുണ്ടാവും? എൻ്റെ അതൊക്കെ പിന്നെ എങ്ങനെ അത് ഓടുക? എല്ലാ ഇശാന്റെ ശേഷവും പള്ളിയിൽ ഒന്നും കൂടിയിരിക്കുക. ഇശാന്റെ ശേഷം നേരല്ലെങ്കിൽ ഇശാന മുമ്പായിരിക്കും. ഇശാന്റെ ശേഷമാണ് അഫ്ളൽ. ഇശാന മുമ്പായിരിക്കും. റമളാനിൽ ഇശാന മുമ്പാണ്. കാരണം റമളാനിൽ ഇശാക്ക് ശേഷം പിന്നെ തറാവീഹ് ഉള്ളതുകൊണ്ട് ഇതിന് മുമ്പ് ഇങ്ങോട്ടാക്കും. അതാണ് അതിൻ്റെ രീതി. മക്കയിലും മദീനയിലും വരെ ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കി. പിന്നെ സാലിഹ്യങ്ങളെ കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ അവിടെ ബിദഅത്തിന്റെ ഒരു തരം ഒരു കൂട്ടിക്കലൊക്കെ അവരെന്താ ചെയ്യേണ്ടത് അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയുള്ളത്. മുഅ്മിനീങ്ങളുടെ നാടുകളിലൊക്കെ യമനിൽ ഇപ്പോഴും ഇതൊക്കെ വൃത്തിയായി കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. സാലിഹീങ്ങളുടെ നാടുകളിലെല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെയും പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ഒക്കെ എത്ര കാലായി അതൊക്കെ നടക്കുന്നു. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി എന്നത് ഇൽമിന്റെ 500 കൊല്ലത്തിനിടയിൽ മലബാറിൽ ഇൽമിന്റെ കേന്ദ്രമാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഈ ബിരുദത്തിന്റെ കോളേജൊക്കെ ഉണ്ടായത്. അതുവരെ ഏറ്റവും പ്രധാനം അവിടെ ഒന്ന് പോയി വരിക എന്നുള്ളതായിരുന്നു. പൊന്നാനി പോയി പഠിച്ചു വന്നാൽ ആ മനുഷ്യൻ നന്നായി, പൊന്നാനി പോയി തൊപ്പിട്ട് വരാൻ അങ്ങനെ ഒരു കണക്ക് തന്നെ ഉണ്ടായിരുന്നു. പലരും പൊന്നാനി പോയി വന്നാലോ നന്നായി. ഇങ്ങനെയാണ്. ഇൽമിന്റെ മക്കയാണ്, മലബാറിന്റെ മക്ക എന്നറിയപ്പെടുന്ന നാടാണ് പൊന്നാനി. അവിടെ അന്നും ഇന്നും അടക്കം നടന്നുകൊണ്ടിരിക്കും. സാലിഹീങ്ങളുടെ നാടുകളിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 2 ആയത്ത് ഓടുന്ന ആളുകൾക്ക് പ്രകാശമുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി എന്ന്. ഇനി അടുത്ത ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇമാം നസായി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാള് മാത്രല്ല ഒരു സദസ്സിലിരുന്നാൽ ആ സദസ്സ് എണീക്കുന്നതിന് ഒരു വട്ടം ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിസ്കാര ശേഷമുള്ള ദിക്ർ വരെ ഇതുകൊണ്ടാ പൂർത്തീകരിക്കുക. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അതാണ് അല്ലേ? അതാണ്. പിന്നെ ആമന റസൂൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിക്ർ ഹദ്ദാദിൽ. അതാണ് വലിയ ഫളലുള്ള ദിക്റാണ്.
ആ ദിക്റ് ചെല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദോഷങ്ങൾ മുഴുവനും ആ ദിക്റ് ചെല്ലുന്ന ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഗ്ഫിറത് ദുനൂബു ഔ ഉഗ്ഫിറത് ഖതായ വഇൻ കാനത് അക്സറ മിൻ സബ്ദിൽ ബഹരി. കൃത്യമായി ചെല്ലുന്ന ആളുകൾ സമുദ്രത്തിലെ നൊരയേക്കാൾ ദോഷമുണ്ടെങ്കിൽ പോലും അള്ളാഹു അത് പുറത്തു കൊടുക്കും. ഖാല റസൂലുള്ളാഹി, പുറത്തു കൊടുക്കേണ്ടവൻ അള്ളയല്ലേ.